കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിശ്ചല നാമത്തിലല്ല ജോയ്സ് ടിവിയുടെ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിലെ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ചാനലിലൂടെ കടന്നു വരുന്ന ഓരോ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിന്റെ ആത്മീക വർധനവിനും കർത്താവിനോട് നിങ്ങളെ അത് അടുപ്പിക്കുന്നതിനൊക്കെ കാരണമായി തീരുന്നുവെന്ന് ഞാൻ കർത്താവിൽ മനസ്സിലാക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയൊക്കെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിന്റെ ദാസനാണ് കടന്നു വന്നിരിക്കുന്നത്. ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു പൂജാരിയുടെ കുടുംബത്തില് ജനിച്ചു വളർന്നതാണ്. കർത്താവ് തന്നെ എങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാക്കി കർത്താവിന്റെ ശുശ്രൂഷയിൽ ഒരു പ്രവാചകനൊക്കെ ആക്കി കർത്താവ് നിർത്തിയിരിക്കുന്നതാണ് നാം കേൾക്കാൻ പോകുന്നത്. ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെയൊക്കെ നിങ്ങൾ അവസാനത്തോളം ഈ സാക്ഷ്യം കേട്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിടുതലായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ആ പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസനെ ജോയ്സ് ടിവിയിലേക്ക് തന്റെ ജീവിതത്തിന്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് ഞങ്ങൾ വളരെയധികം സ്നേഹത്തോടെ കൂടി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. താങ്ക് യു ദേവദാസനെ. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവ് ദേവദാസനെ അനുഗ്രഹിക്കട്ടെ. വീട്ടില് ആരൊക്കെയുണ്ട്? എന്റെ വീട്ടില് എനിക്ക് വൈഫ്, 3 മക്കള്, 2 കൊച്ചുമക്കൾ. ഓക്കെ, കർത്താവിന്റെ ദാസനെ കർത്താവ് സഹായിക്കട്ടെ. കർത്താവിനെ കണ്ടുമുട്ടിയതുകൊണ്ട് കർത്താവ് അനുഗ്രഹിച്ച വിധങ്ങളും കർത്താവ് പരിപാലിച്ച ഒത്തിരി വിധങ്ങളും ഉണ്ടല്ലോ ദേവദാസന്റെ ജീവിതത്തിൽ. അതൊക്കെ നമുക്ക് കേൾക്കാം. അതൊക്കെ കേൾക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നപ്പ വാഴ്ത്തുന്നപ്പ അങ്ങയുടെ സന്നിധി ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ സഹായിക്കണമേ. അങ്ങയുടെ സാന്നിധ്യം ഹല്ലേലൂയ ഈ സാക്ഷ്യത്തിലൂടെ കർത്താവെ അനുഭവിച്ചറിയുവാന് കേൾവിക്കാരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമായി തീരുവാനും കർത്താവിന്റെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടുവാനും യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തി ഹല്ലേലൂയ മനസ്സിലാക്കുവാനും ഒക്കെ കർത്താവ് സഹായിച്ചാട്ട്. നമ്മൾ അങ്ങയുടെ സന്നിധിയിൽ അല്പസമയം ഇരിക്കട്ടെ. ദൈവ സാന്നിധ്യത്തിൽ ഇരുത്തിയാട്ട്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. താങ്ക് യു പാസ്റ്റർ. ഇനിയുള്ള സമയം ഞാൻ ദൈവദാസന് നൽകി തരികയാണ്. കർത്താവിന്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജോയ്സ് ടിവിക്ക് എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയാംഗമായ ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഇങ്ങനൊരു ചാനല് ഇത്തരത്തിൽ അനേകരെ ജീവിതാനുഭവങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത് തന്നെ ദൈവാത്മാവിൻ്റെ ഒരു വലിയ പ്രവൃത്തിയാണ്. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ഉളവാക്കുന്നതാണ്. അതുകൊണ്ട് ദൈവം സമൃദ്ധിയായിട്ട് കുടുംബത്തെയും തലമുറകളെയും ഈ ശുശ്രൂഷയെയും എല്ലാം ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ സമർപ്പിക്കുന്നു. കരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, ഞങ്ങളുടെ പരിപാലകൻ, സർവശക്തനും കർത്താവും ക്രിസ്തുവായ യേശു മിശിഹായേ, ഈ രാത്രി ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾ ദൈവസന്നിധിയിൽ അടുത്തു വരുന്നു. അടിയന്റെ ജീവിതത്തെ പച്ചയായിട്ടൊന്ന് വെളിപ്പെടുത്തുവാൻ ദൈവാത്മാവ് അടിയന്റെ ശക്തി തന്ന് അങ്ങയുടെ ആത്മാവിനോടുകൂടെ ഇരുന്ന് അങ്ങയുടെ നാവും എന്നോടുകൂടെ ഇരിക്കണമേ. എല്ലാം ചന്തോചിതമായി ക്രമത്തിൽ അത് ക്രിസ്തുവിന്, അത് എൻ്റെ ജീവിതാനുഭവങ്ങളെ കേൾക്കുന്നവർക്ക് ഒരു സാക്ഷ്യം, ഒരു അനുഭവമായ അവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ അനുഭവിച്ച് രുചിച്ചുകൊണ്ട് ജീവിച്ച പുതിയ പുതിയ അനുഗ്രഹങ്ങൾ, നന്മകളെ, കൃപാവരങ്ങളെ പ്രാപിക്കുവാൻ ഇത് കേൾക്കുന്ന എല്ലാവരെയും സഹായിക്കണമേ. എൻ്റെ കുടുംബത്തെയും ദൈവകരങ്ങൾ ഏൽപ്പിക്കും. പ്രിയ ജോയ്സ് ഈ TV ചാനലിൽ പ്രവർത്തിക്കുന്ന പ്രിയ ദേവദാസൻ, ഇവിടെ തലമുറകൾ കൊച്ചുമ എല്ലാവരെയും കൂടി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കും. മഹത്വം അങ്ങെടുക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഓക്കെ, ഞാൻ എൻ്റെ സാക്ഷ്യം ആദ്യമായിട്ടാണ് ഞാൻ പരസ്യ യോഗങ്ങളിൽ, ചർച്ചിലൊക്കെ വളരെ അപൂർവമായിട്ട് ഞാൻ സാക്ഷ്യം പറയാറുള്ളൂ. എനിക്കത് അങ്ങനെ എനിക്ക് എന്തോ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു താല്പര്യം ഇല്ല. കാരണം എല്ലാവർക്കും സാക്ഷ്യമുള്ളവർ, ഇപ്പൊ സഭയിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഈ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയവരെല്ലാവർക്കും സാക്ഷ്യങ്ങളുള്ളത്. അതുകൊണ്ട് ഞാൻ അതിനെ മുഖവില അങ്ങനെ എടുക്കാറില്ല. പിന്നെ ഇങ്ങനെ പ്രത്യേകിച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചാനലിൽ ഞാൻ എൻ്റെ സാക്ഷ്യം പറയുന്നത്. ഒത്തിരി ദേവദാസന്മാർ പലപ്പോഴും പല ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ സഭയായില്ല, വരട്ടെ നോക്കാമെന്നൊക്കെ പറഞ്ഞു. ഇത് ദൈവീയ നിമിത്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആരോ ഇതിനകത്ത് ദൈവത്തെ അറിയുവാൻ, ഇത് കേൾക്കുമ്പോൾ അവരുടെ ഹൃദയം ദൈവത്തോട് അടുക്കുവാൻ, പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ, ഒരു മാനസാന്തരത്തിലേക്ക് വരുവാൻ
ദൈവം ചിലരെ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് എൻ്റെ സാക്ഷ്യം എല്ലാവർക്കും കേൾക്കുന്നവർക്കും ഇത് മറ്റുള്ളവർ ചെയ്യുന്ന എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ ജനനം, എൻ്റെ അപ്പനും അമ്മയുടെ സ്ഥലം പളുകൽ എന്ന് പറയും, തമിഴ്നാടാണ്. അച്ഛൻ്റെ സ്ഥലം ബംഗാനൂർ എന്ന് പറയും, വിഴിഞ്ഞം ബംഗാനൂർ എന്ന് പറയും. ഇപ്പൊ ഞങ്ങള് ജനിച്ചത് കാരക്കുളം പളുകൽ എന്ന സ്ഥലത്താണ്. അമ്മയുടെ അച്ഛന് പൂജാരിയാണ്. ഒരു വലിയൊരു അമ്പലമുണ്ട്. പക്ഷേ അവസാനം അമ്പലത്തിന് ഒരു ചെറിയ പ്രതിഷ്ഠയായിരുന്നു. അവസാനം സ്ഥലം വേണമെന്ന് പറഞ്ഞപ്പോൾ ആ റോഡ് സൈഡാണ് എൻ്റെ അമ്മയ്ക്കും അമ്മയുടെ ചേച്ചിക്കും കൊടുത്തത്. റോഡോട് ചേർന്ന് ഒരു 100 മീറ്റർ ഉള്ളിലാണ് ഈ പ്രതിഷ്ഠ വസ്തുവിന്റെ നടുക്ക് വെച്ചിരിക്കുന്നത്. അപ്പം അച്ഛനും അപ്പൂപ്പനും പിന്നെ മറ്റുള്ള സഹോദരങ്ങളും പറഞ്ഞു ഇവരുടെ സ്ഥലം അമ്പലത്തിനായിട്ട് പുനഃപ്രതിഷ്ഠ പണിയാൻ വേണ്ടി കൊടുത്ത റോഡ് സൈഡല്ലേ, അപ്പൊ മൊത്തം അങ്ങനെ എൻ്റെ അമ്മയുടെയും വലിയമ്മയുടെയും സ്ഥലമാണ് അമ്പലത്തിനായിട്ട് കൊടുത്തത്. ഞങ്ങൾക്ക് പിന്നെ റോഡ് സൈഡിൽ തന്നെ ഞങ്ങൾക്ക് ഉണ്ടത് കൊണ്ടാണ് ഈ റോഡ് സൈഡുള്ളത് അവർക്ക് കൊടുത്തത്. 7 സെന്റ് വീതമാണ് പിന്നെ ഞങ്ങൾക്ക് 2 ഇടത്തായിട്ട് അമ്മയ്ക്ക് കിട്ടിയത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. അച്ഛനൊരു വൈദ്യനായിരുന്നു. അച്ഛന് ഇങ്ങനെ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ വൈദ്യ ചികിത്സയ്ക്ക് ആയിട്ട് പോകും. അപ്പൊ ഞങ്ങൾ 8 പേരാണ് അമ്മ, 8 ആൺമക്കളാണ്. പക്ഷേ എല്ലാം 1.5 വയസ്സ്, 1 വയസ്സ്, 2 വയസ്സിനൊക്കെ ഇളപ്പോ. അപ്പൊ അമ്മ വളരെയധികം കഷ്ടത അനുഭവിച്ചു മകളെയൊക്കെ വളർത്താനായിട്ട്. അതനുസരിച്ചുള്ള വരുമാന മാർഗവും അച്ഛനില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞു എന്തായാലും ഇവിടെ പറ്റത്തില്ല, ഞങ്ങൾക്ക് നമ്മുടെ നാട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞ് അച്ഛൻ്റെ നാട്ടിലേക്ക് ഞങ്ങൾ അവിടെ നിന്ന് വന്നു. അച്ഛൻ്റെ സഹോദരിമാരാണ് 3 പേരും ചുറ്റും താമസിക്കുന്നത്. അച്ഛൻ്റെ 2 സഹോദരന്മാര്, അമ്മയുടെ 2 സഹോദരൻ തൊട്ടപ്പുറത്ത് ഒരു 3/4 കിലോമീറ്റർ ദൂരം അമ്മയുടെ 2 ആങ്ങളമാര് താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ്റെ സഹോദരിമാരാണ് ചുറ്റുപാർക്കുന്നത്. അപ്പൊ അവര് നമ്മുടെ 8 മക്കളുമായിട്ട് ഇവിടെ വരുമ്പോൾ അവർക്ക് അത്ര അത് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാം കൊച്ചു കുട്ടിയാണ്. കാരണം അച്ഛൻ്റെ വരുമാനം അവർക്ക് അറിയും. അപ്പൊ അമ്മ ദാരിദ്ര്യമാണ്, ബുദ്ധിമുട്ടാണെങ്കിലും പുറത്ത് പറയാറില്ല. അമ്മ ഞങ്ങളെയൊക്കെ ഈ ഒരു കുട്ടയിൽ അടുക്കാം അങ്ങനെ ആ സ്ഥിതിയിൽ അവിടെ അങ്ങനെ വളർത്തി. എനിക്കൊരു 7-8 വയസ്സാവുമ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി വേദനകൾ അനുഭവിക്കാൻ തുടങ്ങി. കാരണം ഭക്ഷണമാണ് പ്രധാനമായിട്ട്, ആഹാരമില്ല. പിന്നെ 8 പേർക്ക് ആഹാരം. അച്ഛൻ വരുന്നത് 1 ആഴ്ച 2 ആഴ്ച, അച്ഛൻ വരുമ്പോൾ എല്ലാം വാങ്ങിക്കൊണ്ടൊക്കെ വരും. ഒരു 3-4 ദിവസം ഓണം പോലെ ഞങ്ങളെ കൊണ്ടാടും. അച്ഛൻ പിന്നെ തിരിച്ച് മരുന്ന് വാങ്ങി ഇതെല്ലാം ഉണ്ടാക്കി റെഡിയാക്കി പോയി കഴിഞ്ഞാൽ പൈസ എല്ലാം തീരും, പിന്നെ വീട്ടിൽ പട്ടിണി. അങ്ങനെ ഒത്തിരി പ്രയാസത്തിലായിരിക്കുമ്പോൾ അച്ഛൻ്റെ സൗകര്യമാരും അന്ന് തിരിഞ്ഞു നോക്കാറില്ല. പക്ഷെ അമ്മയുടെ ആങ്ങളെ ഭാര്യമാരുണ്ട്. അവര് ഒരാള് നമ്മുടെ വീട്ടിൽ വരും, വന്ന് ഞങ്ങളുടെ ദയനീയത കണ്ടിട്ട് അവര് ഞങ്ങളെ 2 പേരെ 2 തോളിലായിട്ട് 2 ഇടുപ്പിൽ കൊണ്ടുപോകും, ഭക്ഷണം തരും. പിന്നെ അവര് തന്നെ രാത്രി ചൂട്ടം കെട്ടി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊണ്ട് തരാറുണ്ട്. അങ്ങനെ ആ ബാല്യകാലം വളരെയധികം വേദനയിലൂടെ കടന്നുപോയൊരു കാലഘട്ടം. അപ്പോൾ ഞങ്ങള് ഈ മൂത്ത ചേട്ടൻ അന്ന് 16 വയസ്സിലാവുമ്പോൾ 8ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചേട്ടൻ വീട് വിട്ടുപോയി. പക്ഷെ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് വരുന്നത് പട്ടാളത്തിൽ ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞ ചേട്ടൻ വരുന്നത്. അപ്പോൾ വീട്ടിലെ അമ്മ കരച്ചിലും നിലവിളിയായിരുന്നൊക്കെ കാലത്ത് പട്ടാളത്തിൽ പോകാൻ 60 വർഷം 50-55 വർഷങ്ങൾക്ക് മുമ്പാണ്. പോവുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമാണ്. അപ്പൊ അമ്മ വളരെ വേദനിച്ചു. എങ്കിലും ചേട്ടൻ ഞാൻ തീരുമാനം എടുത്തു, നമ്മുടെ ദാരിദ്ര്യം മാറണ്ടേ, പിള്ളേർക്ക് ആഹാരം കൊടുക്കണ്ടേ, അതുകൊണ്ട് ഞാൻ പോകുന്നു. അങ്ങനെ പോയി. ചേട്ടൻ പോയത് കൊണ്ട് കുറച്ച് ദാരിദ്ര്യമൊക്കെ ഞങ്ങളെ മാറും. അപ്പൊ ഞങ്ങൾ മുതിർന്നു വരുമ്പോൾ 12 വയസ്സാകുമ്പോൾ അവിടെ നീലകേശ്വരി മുടുപ്പര എന്ന് പറഞ്ഞൊരു വലിയ ഫേമസ് ബംഗാളി ഞങ്ങളുടെ വീടിന്റെ അടുത്താണ്. അപ്പൊ അവിടെ RSSന്റെ ശാഖയും. അപ്പൊ ഞങ്ങൾ 3 പേര്, എൻ്റെ അനിയന്, അവന്റെ അനിയന്, അങ്ങനെ 3 പേര് ഞങ്ങൾ ശാഖയിൽ കൊണ്ടുപോകും. അവര് വന്ന് വിളിച്ചു. മൂത്ത ചേട്ടന് ലീവിന് വരുമ്പോ മാർക്സിസ്റ്റ് പാർട്ടിയില്ല, ബാക്കി 3 പേര് കോൺഗ്രസില, ഒരാൾ CPM. അപ്പൊ അങ്ങനെ എല്ലാത്തിലും ഉണ്ട്. ഞങ്ങൾ 8 പേരായതുകൊണ്ട് ഞങ്ങൾ അവിടെ എല്ലാവർക്കും അറിയും. അപ്പം ഈ ശാഖയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അതിന്റെ ഡ്രസ്സൊക്കെ ഇപ്പോഴും ഉണ്ട്. അവര് ട്രങ്ക് പൊട്ടി വാങ്ങി തന്നിട്ട് അതൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ വീട്ടില്
ഞങ്ങൾ 9 വീട് മാറി മാറി താമസിച്ചു. വാടകയ്ക്കാണ്. സ്ഥിരമായിട്ടൊരു ഭവനം അന്നില്ല. അപ്പൊ ചേട്ടൻ ജോലി കിട്ടിയതും ഞങ്ങൾ 19ാമത്തെ വീട്ടിൽ താമസിക്കുമ്പോൾ അതൊരു മുസ്ലിം ഒരു വലിയ ഒരു മുതലാളിയാണ്. നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 9 കൊല്ലം താമസിച്ചു. 9ാമത്തെ കൊല്ലം പറഞ്ഞു, മോളുടെ വിവാഹത്തിന് ഇതാണ് ഷെയർ കൊടുക്കുന്നത്, അതുകൊണ്ട് അവർക്ക് ഇത് എഴുതി കൊടുക്കണം, നിങ്ങൾ മാറിയാൾക്ക് എന്നുള്ളത് അമ്മ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട, ഞാൻ കുറച്ച് പൈസ സഹായിക്കാൻ, നിങ്ങൾ എവിടെയെങ്കിലും സ്ഥലം നോക്ക്, നിങ്ങൾക്ക് വീട് വയ്ക്കാൻ എൻ്റെ കഴിവോട് ചെയ്യാം. അങ്ങനെ ചേട്ടൻ ലോൺ എടുത്ത അന്നത്തെ കാലത്ത് ഈ മുതലാളി സഹായിച്ചു. വീടുണ്ടായപ്പോ ഞങ്ങള് അതും എല്ലാം ബന്ധുക്കളാ അടുത്ത് താമസിക്കുമ്പോഴാണ് ഒരു ലോഹയിട്ട ഒരു മനുഷ്യൻ ആദ്യമായിട്ട് ഞങ്ങളുടെ വഴിയരികിൽ കൂടെ പോകും. അപ്പൊ ഞങ്ങളൊക്കെ കളിച്ചോണ്ടിരിക്കുന്ന കാണുമ്പോ ഈ അച്ഛൻ നിന്നിട്ട് ചിരിക്കും. ഇച്ചിട്ട് എന്താ പേരെന്നൊക്കെ ചോദിച്ചിട്ട് അച്ഛൻ പോകും. 2 പ്രാവശ്യം അങ്ങനെയാണ്. 3ാം പ്രാവശ്യം ഞങ്ങൾ കളിക്കുന്നുണ്ട്, ഞങ്ങളെ കൂടെ വീട് എവിടെയെന്ന് ചോദിച്ചു വീട്ടിനകത്ത് വരുമ്പോൾ അന്നത്തെ കാലത്ത് സ്ത്രീകളാരും പുറത്തിറങ്ങത്തില്ല, ജനലിൽ കൂടിയേ സംസാരിക്കത്തുള്ളൂ. അമ്മയൊക്കെ ഞാൻ നമ്മുടെ അമ്മമാരൊക്കെ വരുമ്പോൾ അങ്ങനെ ഞാൻ സംസാരിക്കുന്ന കണ്ടിട്ടുള്ളൂ. അപ്പൊ അച്ഛൻ വന്ന് വീടിനകത്ത് കസേര ഇട്ട് കൊടുത്തിരുന്നു, കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അമ്മ ജനലിൽ കൂടി കേട്ടു. അപ്പൊ അമ്മയ്ക്ക് പേടി. അമ്മയുടെ 2 സഹോദരന്മാരും മന്ത്രവാദികളാണ് അവിടെ താമസിക്കുന്ന. അവര് നിറഞ്ഞ വലിയ പുക്കാരുണ്ടാക്കും. അതുകൊണ്ട് അമ്മ കൂടുതൽ പ്രതികരിച്ചില്ല. പക്ഷെ 3ാമത്തെ പ്രാവശ്യം വന്നപ്പോ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി. നിങ്ങൾ അതിനു വേണ്ടി ഒരു നിമിഷം ഒന്ന് തയ്യാറാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ അച്ഛൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അമ്മയ്ക്ക് അത് വളരെ താല്പര്യമായി തോന്നി. അമ്മയ്ക്ക് എന്തോ ഒരു വലിയ അനുഭവമായി മാറി. അപ്പൊ അമ്മ പറഞ്ഞു, അച്ഛൻ ഇനി പോകുമ്പോൾ കയറിയ പ്രാർത്ഥിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. പക്ഷെ സഭ ഇല്ലാത്തത് കൊണ്ട് അവിടെ ഒരു 1.5 ഏക്കർ വസ്തുവുണ്ട്. 4 ഏക്കർ വസ്തുവുണ്ട്. അവിടെ ഒരു ഏറുമാടവും. അപ്പൊ അതിന്റെ ഫലം എടുക്കാനാണ് മാസത്തിലൊരിക്കൽ അച്ഛന് വരുന്നത്. അപ്പൊ പറഞ്ഞു, ഇങ്ങനെ ഒരു ഏറുമാടമുണ്ട്, ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ രാവിലെ 10 മണി തൊട്ട് 12 മണി വരെ നിങ്ങൾക്ക് അവിടെ ഒന്ന് ഇരിക്കാമോ. അപ്പൊ അമ്മക്ക് പേടി. അമ്മ തൊട്ടടുത്തുള്ള ഷെഫാറിയുടെ വീടുണ്ട്. അവിടെ പറഞ്ഞു, ഇങ്ങനെയാണ് ഒരു അച്ഛൻ വന്നു പ്രാർത്ഥിച്ചിട്ട് എനിക്ക് വളരെ അനുഗ്രഹം സന്തോഷമൊക്കെ തോന്നി, നീ ഇവിടെ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ഷെഫാറിയായിരുന്നു. അപ്പൊ ഞാനും കൂടി വരാമെന്ന് പറഞ്ഞു. അമ്മ ആ സഹോദരിയും കൂടി അങ്ങനെ ആ പ്രാർത്ഥനയ്ക്ക് പോകും. അവരവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വീട്ടിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. വീട്ടിൽ അമ്മ പ്രാർത്ഥന തുടങ്ങി. അപ്പൊ അച്ഛനെ എതിർക്കില്ല. പക്ഷെ ഇതുമായിട്ടൊരു അച്ഛൻ ഒരു അമ്പലത്തിലോ ദൂരത്തിൽ പോലും അച്ഛൻ ദീക്ഷ സന്യാസിയാ പോലെയാണ്, ഒരിടത്തും പോകത്തില്ല, ഒന്നിലും എതിർപ്പും. പക്ഷെ ഇത് മാമന്മാരറിഞ്ഞിട്ട് വലിയ പ്രശ്നമുണ്ടാക്കി. അപ്പം അവരുടെ മക്കൾ കൊടുത്ത ശാഖ അവരൊക്കെ പറഞ്ഞു, ഇങ്ങനെ അച്ഛൻ വീടുകളിൽ കയറി ഇറങ്ങിയാണ് നിങ്ങളും. അങ്ങനെ അച്ഛൻ ഒരിക്കൽ വരുമ്പോ ഇവര് ഗ്രൗണ്ടിലിട്ട് അച്ഛനെ തടഞ്ഞു. അപ്പൊ എൻ്റെ അനിയൻ എന്ന് പറഞ്ഞാൽ നല്ല സൈസാണ്. അവനാ ഞങ്ങളിലുള്ള ഏറ്റവും നല്ല സൈസുള്ള. അവനിത് കണ്ടിട്ട് വീട്ടിൽ നിന്ന് വെട്ടുകത്തി എടുത്ത് ഇങ്ങോട്ട് ഓടി. അപ്പൊ ഞങ്ങൾ പുറകെ ഓടുക. അപ്പൊ പറഞ്ഞ അച്ഛനെ കളിയാക്കി, അതവന് ഇഷ്ടപ്പെട്ടില്ല. അതായിരുന്നു അനുഭവം. അങ്ങനെ അവിടെ അന്നത്തെ ആ പ്രശ്നം ഉണ്ടായി. അതോടുകൂടി ആ പ്രശ്നം അവിടെ തീർന്നു. പിന്നെ അമ്മ പരസ്യമായി പോകാൻ തുടങ്ങിയപ്പോൾ അമ്മയുടെ സഹോദരൻ ഒരാള് മദ്യപിച്ചിട്ട് വീട്ടിൽ വന്ന് അമ്മയുടെ തലമുടിയൊക്കെ ചുറ്റിപ്പിടിച്ച് ചെടലിലേക്ക് ഇടിച്ചു, ഒത്തിരി ഉപദ്രവിച്ചു. നീ ഞങ്ങൾ ഒറ്റിക്കൊടുത്തു, നീ വഞ്ചനയാണ്, നീ അതായത് വേണ്ടാത്ത വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഒത്തിരി പരിഹസിച്ചു. പക്ഷെ അമ്മ ഉറച്ചു. അമ്മ ഞങ്ങൾ 8 പേരെയും ഇവിടെ കൊണ്ടുപോകാം. ഇങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഷീറ്റിട്ട ഒരു ചർച്ച വന്നു. പിന്നെ അമ്മ പ്രവർത്തിക്കാൻ തുടങ്ങി. അമ്മ അവിടെ അന്ന് പറയുന്നു, അവിടെ ഒരു പന പോലെ എല്ലാം പരമ്പൊക്കെ നെയ്യുന്ന ഒരു കൂട്ടരുണ്ട്, ഒരു ഏരി. അപ്പൊ അമ്മ ഇവിടെ അവർക്ക് എല്ലാവർക്കും അമ്മ വീട്ടിൽ വരുമ്പോൾ പ്രത്യേകത ഉണ്ട്. ഓല വീടായതുകൊണ്ട് ഓല ഇവിടെ അമ്മ അകത്തിരുത്തിയവർക്കൊക്കെ ആഹാരം കൊടുക്കും. അന്നത്തെ കാലത്ത് അകത്തിരുത്തി ആർക്കും കൊടുക്കാറുണ്ട്. അമ്മ ഇവരെ അകത്തിരുത്തി ആഹാരം കൊടുക്കും. അപ്പൊ അമ്മയെടുത്തവർക്കൊക്കെ വലിയ കാര്യം. അപ്പൊ അമ്മയ്ക്ക് അവിടെ സ്വാതന്ത്ര്യം കിട്ടി. അമ്മ അവിടെ കയറി പ്രവർത്തിക്കാൻ തുടങ്ങി. സിസ്റ്റർമാര് വരും,
അങ്ങനെ വലിയ ഒരു അനുഭവം. ഒത്തിരി പേര് ആ ചർച്ചിൽ വരാൻ തുടങ്ങി. അതൊരു വലിയ ചർച്ചയായി. പിന്നെ ഞങ്ങളാണ് കുർബാനയ്ക്ക് നിൽക്കുന്നത്, ഞങ്ങളായിരുന്നു തൂവ കുറ്റി വീശുന്നത്. ഞങ്ങൾ സഹോദരങ്ങൾ 8 പേര് മാറി 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 നിൽക്കുന്നു. അങ്ങനെ സഭ വളർന്നു. അങ്ങനെ ഞങ്ങളും വളർന്നു. അപ്പൊ ഞങ്ങളുടെ വിവാഹം വന്നു. വിവാഹം വരുമ്പോ അച്ഛൻ പറയും, ഞങ്ങൾ ഈഴവ സമുദായത്തിൽ നിന്നാണ് ഈ വിശ്വാസത്തിലേക്ക്, കത്തോലിക്ക വിശ്വാസത്തിലായി അന്ന് തീർന്നു. അപ്പം ഞങ്ങൾ വിവാഹം നടക്കുമ്പോൾ നമുക്ക് പെൺകുട്ടി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അച്ഛൻ പറയുന്നത് കുഴപ്പമില്ല, നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നൊരു ഒരു കെട്ട് കെട്ടാം എന്ന് പറഞ്ഞ് അവിടെ മണ്ഡപത്തിൽ വെച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് താലി ഇവിടെ ചർച്ചയിൽ കൊണ്ടുവച്ച് കെട്ടു. അങ്ങനെയായിരുന്നു 6 പേരുടെ വിവാഹം. എന്റെ വിവാഹ സമയത്ത് അന്ന് ഇരുന്ന അച്ഛനോട് ഞാൻ ചെന്ന് പറഞ്ഞു, അച്ഛാ അതിനിടയ്ക്ക് എനിക്ക് ജോലിയായി മംഗളപത്രത്തിൽ. അങ്ങനെ ജീവിതത്തിലെ ഒത്തിരി അനുഭവങ്ങളിലൂടെ കടന്നുപോയി. ഞാൻ എൻ്റെ ചേഷ്ടൻ കേശവദാസ്വരത്ത് ഒരു ആള്, താൻ വലിയമ്മയുടെ മകനാണ്. ആ വലിയമ്മയുടെ മകന്റെ കൂടെ ഞാനായിരുന്നു. അപ്പൊ 3 പെൺപിള്ളേരാ അവർക്ക്. അപ്പൊ ചേട്ടന് ബിസിനസ് ആയിരുന്നു, പൊളിഞ്ഞു, കാല് ഒരു ആക്സിഡന്റ് പറ്റി. അപ്പം ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ ഞാനാണ് കൂടെ നിന്ന് പിള്ളേരെ പരിപാലിക്കുക. അവിടെ നിന്നുകൊണ്ട് തന്നെ ഞാനൊരു ജോലി, കേരള കോൺഗ്രസ് TN ജേക്കബിനോട് കൂടെ നിന്ന് പ്രവർത്തിച്ചു ജോലി. അപ്പൊ ആ വിവാഹത്തിന് അച്ഛനോട് ചെന്ന് അച്ഛൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ചേട്ടന്മാര് കെട്ടിയതൊന്നും നീ നോക്കണ്ട, നീ കർത്താവിനെ അറിഞ്ഞവനല്ലേ, വിശ്വാസിയല്ലേ, ഈ ഒരു കാര്യം ചെയ്യും, നീ പോയി ഒറ്റ കെട്ട് കെട്ടിയാൽ മതി. എന്നിട്ട് അവളെയും കൊണ്ട് നീ നിന്റെ വിശ്വാസം അവളെ രക്ഷിക്കും. അങ്ങനെ അവൾ വിശ്വാസത്തിൽ വരട്ടെ. പെട്ടെന്ന് ആരെയും നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധിച്ചൊന്നും ഇതിലേക്ക് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിവാഹം കഴിഞ്ഞു. അതിപ്പോൾ ഞാൻ വിവാഹം കഴിഞ്ഞ ആദ്യ രാത്രി ഞാൻ അവൾ പറഞ്ഞു, നാളെ രാവിലെ പ്രഭാതത്തിൽ നമുക്ക് ഒട്ടം വരെ പോകാം. അവിടെ പോയിട്ട് അവിടെ നിന്നാണ് നമ്മുടെ ജീവിതം തുടങ്ങുന്നത് എന്ന് പറഞ്ഞ് എവിടെയെന്ന് ചോദിച്ചു. ഞാൻ പറയാം, വെളുപ്പിന് പോയി കണ്ട് നീ മനസ്സിലാക്കിയാൽ മതി എന്ന്. അങ്ങനെ വെട്ടുകാടെന്ന് പറയുന്ന ഒരു കടപ്പുറം ശംഖുമോ ഈ ഫേമസാ. ഞാൻ അവളെയും കൊണ്ട് വെളുപ്പിന് 3:30 ഓട്ടോറിക്ഷ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അവിടെ നിന്നാണ് ജീവിതം തുടങ്ങുന്നത്. അപ്പൊ അവളും അതിലോട്ട് പിന്നെ ഈ വിശ്വാസത്തിലേക്ക് വന്നു. പിന്നെ മക്കൾ ജനിച്ചു. അവർ ഈ വിശ്വാസത്തിലേക്ക്, കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നു. അങ്ങനെ ആ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ദൈവത്തോട് എന്തുമാത്രം അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ദൈവിക സ്നേഹവും, ദൈവത്തോട് കൂടെ വസിക്കണം. ഞാൻ രാവിലെ 6 മണിക്കുള്ള കുർബാന കാണാൻ പോകും, എല്ലാ ദിവസവും പോകും. എന്നിട്ട് വൈകുന്നേരം ജോലി കഴിഞ്ഞ് പാളയം പള്ളി എന്ന വലിയ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന്റെ ഓപ്പോസിറ്റ് വലിയ പള്ളി. അപ്പൊ അവിടെ പോയി രാത്രി അവിടുത്തെ ആരാധനയും കഴിഞ്ഞ് ചർച്ച അടയ്ക്കുമ്പോഴാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ഇരിക്കും, ഒരു അച്ഛൻ അവിടെ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ അച്ഛന് പറഞ്ഞു, സുവിശേഷ തൽപരരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരാധന കഴിയുമ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നാൽ നമുക്ക് സുവിശേഷം പറയാൻ ഒത്തിരി ചാൻസ് ഉണ്ട്. നിങ്ങൾ വരികയാണെങ്കിൽ നമുക്കിങ്ങനെ പോകാൻ ആഗ്രഹമുണ്ട്, മാസത്തിൽ ഒരു പ്രാവശ്യം. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞു, എനിക്ക് താല്പര്യമുണ്ട് സുവിശേഷം അറിയിക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ പറഞ്ഞു, എന്നാൽ നമുക്ക് അടുത്ത ശനിയാഴ്ച ചിറയൻകീഴ് എന്ന് പറയുന്ന അവിടെ നിന്ന് ഈ തൊണ്ട് തല്ലുന്ന ചകരി പിരിക്കുന്ന കൂട്ടര, കായലിന്റെ കരയിൽ, മുരിക്കുംപുഴ കഴിഞ്ഞ് ചിറയൻകീഴ് കായലിന്റെ കരയിൽ അച്ഛൻ തന്നെ വേറെ ഒരു ഡോക്ടറും ഉണ്ടായി. ഞങ്ങൾ 3 പേരായിട്ട് അവിടെ ചെല്ലുമ്പോൾ ഒരു 10-30 പേര് കയറി വിരിക്കുകയാണ്. അപ്പൊ അവിടെ ഒരു വീട് വിശ്വാസത്തിലേക്ക് ഇതേപോലെ പിച്ച വെച്ച് വന്നു. അപ്പൊ അവരെ കൂടെ ഉള്ളവരെ സുവിശേഷം പറയാൻ, നമ്മുടെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞ് അവരും ഈ സമുദായത്തിൽപ്പെട്ടവർ. അപ്പൊ ഈ ഡോക്ടർ എന്ന് പറയുന്നത് ഞാനും അതായതുകൊണ്ട് ഞങ്ങളെയാണ് കൊണ്ടുപോയത്. അപ്പൊ ഞങ്ങളിവിടെ സുവിശേഷം പറഞ്ഞു. അനേകർക്ക് അത് ഒരു അനുഗ്രഹമായി. അവരെല്ലാം ഇന്ന് വിശ്വാസം ഒരു വലിയ പള്ളി അവിടെ രൂപം കൊള്ളുവാനായിട്ടിടയായി. അപ്പൊ ദൈവം ഇങ്ങനെ ആ കാലത്തെ എനിക്ക് കർത്താവിനോടുള്ള തീഷ്ണത, കുരിശുവിന്റെ വഴിയൊക്കെ ഞാൻ മുട്ടുനിന്ന എല്ലാ വർഷവും അങ്ങനെ ആയിരിക്കുമ്പോഴാണ് എനിക്ക് ഈ ആലയത്തിൽ പോകാനായിട്ട് പോകുമ്പോൾ എന്നെ തടയുകയും, ഏതോ ഒരു ശക്തി എന്നെ തടയുന്നു. അപ്പൊ ഞാൻ നിർബന്ധിച്ച് കയറാൻ ശ്രമിച്ചാലും വാതിൽക്കൽ അവിടെ ആരും എന്നെ ഇടിച്ചു നീക്കുന്നത് പോലെ എനിക്ക് ആലയത്തിൽ പോകാൻ, കത്തോലിക്ക ചർച്ചിൽ കയറാൻ പറ്റുന്നില്ല.
പാളയത്ത് പോയാലും അനുഭവം ഇത് തന്നെ, ഇവിടെ വന്നാലും അനുഭവം ഇത് തന്നെ. ഇങ്ങനെ ഞാൻ പാളയം പള്ളിയിൽ ഒരിക്കൽ റോഡ് സൈഡ് ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പുറകെ വന്ന ഒരാൾ ഇങ്ങനെ തോണ്ടുകയാണ്. ഞാൻ ആദ്യം ഒന്ന് മൈൻഡ് ചെയ്തു. പിന്നെ ഇങ്ങനെ തോണ്ടിയപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നോട് ചോദിച്ചു, പ്രാർത്ഥിക്കുകയല്ലേ എന്നാ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചിരുന്നപ്പോൾ എന്നോട് ചോദിച്ചു, ആരോടാണോ പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, യേശുവിനോട്. യേശു എവിടെയാ സഹോദര? ഞാൻ പറഞ്ഞു, യേശു മോളിൽ ഇരിക്കുന്നു. അപ്പൊ പുള്ളി ചിരിച്ചിട്ട് പറഞ്ഞു, സഹോദര യേശു ഇതല്ല. ഞാൻ കേട്ട ആരാ പിന്നെ യേശു? ഇത് മനുഷ്യൻ നിർമ്മിച്ചതാണ്, മനുഷ്യന്റെ കൈപ്പണിയാണ്. ഇതിൽ കർത്താവ് വസിക്കുന്നില്ല. യേശുവിനെ കണ്ടിട്ടുള്ളവരാരെങ്കിലും ഇല്ല? ഞാൻ പറഞ്ഞു, നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഇല്ല, ഞാനും കണ്ടിട്ടില്ല. യേശുവിനെ ആരും ശിഷ്യന്മാര് പോലും നേരിട്ട് കണ്ടിട്ടുണ്ട്, മഹിമ കണ്ട സാക്ഷികളാണ്. പക്ഷെ അവരാരും യേശുവിന്റെ ചിത്രം വരച്ചിട്ടില്ല. യേശുവിനെ കുറിച്ച് അവർക്ക് അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ചിന്തയില്ല, അങ്ങനെ അവർ വരച്ചിട്ടില്ല, യേശുവിന്റെ രൂപം വരച്ചിട്ടില്ല. അപ്പൊ ഞാൻ കേട്ടു, പിന്നെ ഈ രൂപമൊക്കെ എങ്ങനെയാ വരച്ചുണ്ടാക്കി ഈ പ്രതിമ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അപ്പൊ എന്നോട് പറഞ്ഞു, യേശുവിനെ കുറിച്ച് ലോകത്ത് ഒരു പെയിന്റർക്ക് വരയ്ക്കാമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. സഹോദരൻ ഏതെങ്കിലും പെയിന്ററെ കൊണ്ടുവന്നിട്ട് ഞാൻ പറയുന്നത് പോലെ വരയ്ക്കാൻ പറ്റുമെങ്കിൽ അഗ്നിയോലയ്ക്കൊത്ത കണ്ണുള്ള, ഹിമത്തേക്കാൾ വെളുത്ത തലമുടിയുള്ള, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, 7 നക്ഷത്രം മലങ്കയിൽ പിടിച്ചവൻ, 7 പൊന്നുവിളക്കൾ നടുവിൽ നിൽക്കുന്ന, വെള്ളിയോടിടം പോലെ ചുട്ടുപൊഴുത്ത പാദമുള്ളവനെ വരയ്ക്കാൻ ഇന്ന് ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു പെയിന്റർ ഉണ്ടെങ്കിൽ, ഒരു ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ സഹോദരൻ കണ്ടുപിടിച്ചു കൊണ്ടുപോവാ, ഞാനത് അംഗീകരിക്കാവുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് അതിനൊന്നും കഴിവില്ല, എനിക്കൊന്നും. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കും, എൻ്റെ അപ്പനും അമ്മയും മരിച്ചുപോയി, എൻ്റെ കൊച്ചുമക്കൾക്ക് നാളെ കാണിച്ചു കൊടുക്കണ്ടേ എൻ്റെ അപ്പനാര്, എൻ്റെ അമ്മ ആരെന്ന്? അപ്പൊ അതുപോലെ യേശു ആരെന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ? അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഇതിനകത്ത് പോയി. അപ്പം പറഞ്ഞില്ല സഹോദര, ദൈവം ഇതിൽ വസിക്കുന്നു. ദൈവം വസിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിലാണ്, ആലയത്തിലല്ല ദൈവം വസിക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, ആ മന്ദിരത്തിനകത്ത് ആ കർത്താവ് വസിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല, പക്ഷെ ഞാൻ ശീലിച്ചതും ഞാൻ അറിഞ്ഞതും ഇതാണ്, അതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. ഞാൻ പിന്നെ അതിനുശേഷമാണ് എന്നെ ഈ തടയുന്നത്. ആലയത്തിൽ പോകാനായിട്ട് രാവിലെ 6 മണിക്കുള്ളതിന് പോകാൻ കഴിയുന്നില്ല, 10 മണിക്ക് സൺഡേ പോകാൻ കഴിയുന്നില്ല. അങ്ങനെ ഈ ആലയത്തിന്റെ ഈ ഭദ്രാസന ദേവാലയമാണ് ഇന്ന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആ ആലയത്തിലാണ് ഞാൻ ആരാധിക്കുന്നത്. അവിടെ പോകാൻ എന്നെ പറ്റുന്നില്ല. ഇങ്ങനെ എൻ്റെ ഹൃദയം അത്രയധികം വേദനിച്ചു. എന്ത് കാരണം? അപ്പൊ വീട്ടുകാരെടുത്ത് ഭാര്യയും മക്കളും വരും, ഞാൻ കയറത്തില്ല. അവര് കയറും, ആരാധന കഴിയും, തിരിച്ചവരെയും ഞാൻ കൊണ്ടുപോകും, പക്ഷെ ഞാൻ കയറത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം പെട്ടെന്ന് എനിക്കൊരു പനി വന്ന് പറഞ്ഞു, ഇത് ദേഹത്തൊക്കെ ചെറിയ കുരുക്കൾ വന്നപ്പോൾ പറഞ്ഞു മണ്ണനാണെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർ പറഞ്ഞു മണ്ണനല്ല, കിഡ്നി ഫെയിലിയറാണ്, പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ പിറ്റേന്ന് രാവിലെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു മഞ്ഞപ്പിത്തമാണെന്ന് പറഞ്ഞിട്ട് അവരെന്നെ അവിടെ അനാഥ ഇടുമ്പോൾ 7 ദിവസം അവിടെ കിടന്നു. 7ൻ്റെ അന്ന് പേരുപറ്റി വീട്ടിൽ വന്നിട്ട് എനിക്ക് കിടക്കാൻ വയ്യ, എനിക്ക് കിടക്കാനും വയ്യ. കട്ടിലിൽ കിടക്കുമ്പോൾ ഞാൻ പൊങ്ങി ഒരു മരണ അവസ്ഥയിലായി. പിന്നെ ഞാൻ നിലവിളിച്ചു, എന്നെ പെട്ടെന്ന് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അന്ന് രാത്രി എന്നെ മെഡിക്കൽ കോളേജിൽ വീണ്ടും അഡ്മിറ്റ് ചെയ്തു. 3ൻ്റെ അന്നായപ്പോൾ എനിക്ക് ശ്വാസം വരുന്നില്ല. അവര് കൃത്രിമ ശ്വാസം ഇട്ടു. മരണാവസ്ഥയിലെത്തി. അപ്പൊ ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു, മക്കളെ കാര്യങ്ങളൊക്കെ, അവള് ഗർഭിണി, 2ാമത്തെ മോൻ്റെ, ഞാൻ ഇന്ന കാര്യങ്ങളുണ്ട്, നീ മോളെ ഇങ്ങനെ നോക്കണം, ഇങ്ങനെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു ബുക്ക് വാങ്ങിപ്പിച്ച് അതെല്ലാം എൻ്റെ ചരിത്രഗതിയ, എനിക്ക് കിട്ടാനുള്ളത്, ഞാൻ കൊടുക്കാനുള്ളത്, നീ മോളെ എങ്ങനെ വളർത്തണം, മോളെ ഏത് പഠിപ്പിക്കണം, മകൻ ജനിക്കുമ്പോൾ അവനെ എങ്ങനെ കൊണ്ടുപോകും, ഇത് നോക്കിയിട്ട് ഇവള് ഗർഭിണിയായ 7 മാസം കഴിഞ്ഞു. ഇവള് പൊട്ടിക്കരഞ്ഞു. ആൾക്കാരറിഞ്ഞു. അവര് പെട്ടെന്ന് വന്ന് എന്നെ ഒത്തിരി വഴക്കൊക്കെ പറഞ്ഞു. ഗർഭിണിയായിരിക്കുന്ന കുട്ടിയെ എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ അവസ്ഥ അതായതുകൊണ്ടാണ്.
ഇത് കഴിഞ്ഞ് 20-ാമത്തെ ദിവസം രാത്രിയിൽ, അതാണ് എൻ്റെ ജീവിതത്തെ മാറ്റിയത്. ഞാൻ ഹിന്ദു ആയിരുന്നു, അവിടുന്ന് ക്രിസ്ത്യാനി ആയി. പക്ഷെ ക്രിസ്തുവിലായിരുന്നില്ല. എല്ലാ ജീവിതത്തിൽ സ്വഭാവങ്ങളും എല്ലാ പ്രവൃത്തികളും അത് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഞാൻ കുമ്പസരിക്കും, ഒരാഴ്ച ചെന്ന് കുമ്പസരിക്കും, അച്ചോ ഇന്ന് ഒരു പെക്ക് അടിച്ചു, അടുത്ത ആഴ്ച പറയാ അറിയാതെ 2 പെക്ക് അടിച്ചു പോയി. അപ്പൊ എൻ്റെ രഹസ്യഭാവങ്ങളൊന്നും നമ്മൾ പറയാറില്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അച്ഛൻ അറിയില്ല. പിന്നെ അച്ഛൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും? നാളെ എനിക്ക് കുമ്പസരിക്കട്ടെ. അതുകൊണ്ട് രഹസ്യഭാവങ്ങൾ ഒന്നും മറച്ചു വെച്ചിട്ട് ഈ മദ്യപിക്കുന്നതും ഭാര്യ വഴക്ക് പറഞ്ഞതും മാത്രമേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ എന്തെങ്കിലും പറയാൻ വേണ്ടിയ എന്തെങ്കിലും അങ്ങ് പറയും. കാരണം കുമ്പസര കൂട്ടി കയറി എന്തെങ്കിലും അച്ഛനോട് പറയുന്നത്. അപ്പൊ അങ്ങനെ പതിവായിരുന്ന ഞാന് ഈ 20-ാമത്തെ ദിവസം ഞാൻ ഈ ബെഡോട് ചേർന്ന് കിടക്കുക. അന്നാണ് എൻ്റെ ഈ മൂക്കിൽ നിന്ന് ഈ ശ്വാസം മാറ്റിയത്, കൃത്രിമ ശ്വാസം മാറ്റിയത്, ഓക്സിജൻ സിലിണ്ടർ മാറ്റിയത് അന്ന് 20-ന്റെ അന്ന്. അപ്പൊ എന്നെ പുറത്ത് കൊണ്ടുവന്നു, വാർഡിൽ കിടത്തി. അപ്പൊ വാർഡിൽ കിടക്കുന്ന ഒരു 7 മണി സമയമാവുമ്പോ എൻ്റെ ബെഡിൽ നിന്ന് 3 ബെഡ് മാറി ഒരു രോഗിയുടെ അടുത്ത് വെള്ള വസ്ത്രം, ഷർട്ടും ഇട്ട് പാൻറ്റും ഇട്ട് ഒരു വ്യക്തി ആ മനുഷ്യന്റെ മുമ്പ്, ആ ബെഡിന്റെ മുമ്പ് നിൽക്കുകയാണ്. അപ്പൊ എൻ്റെ അനിയൻ എന്നേക്കാളും മുമ്പേ ഈ വിശ്വാസത്തിൽ വന്നു. പൂർണ്ണതയായില്ലെങ്കിലും ആ വിശ്വാസത്തിൽ നിൽക്കുക. അപ്പൊ എൻ്റെ അനിയനാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ കഴുത്ത് തിരിച്ചിട്ട് പറഞ്ഞു, ആ പാസ്റ്റർ ആരോ ആണെന്ന് തോന്നുന്നു, എന്തോ ഒരു ഉപദേശിയാണെന്ന് തോന്നുന്നു, ഒന്ന് ചെന്ന് പറയുമോ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കുന്നെങ്കിൽ എനിക്കും കൂടി പ്രാർത്ഥിക്കാം. അനിയൻ ചെന്ന് പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠനാണ്, 20 ദിവസമായി ICUലായിരുന്നു, ഇന്നാണ് വാർഡിലെടുത്തത്, ചേട്ടന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ആ മനുഷ്യൻ പറഞ്ഞു, ഉടമ്പടി എടുക്കണം, യേശുവിനെ അറിയണം, ഉടമ്പടി എടുത്ത് കർത്താവിനെ സ്വീകരിച്ചാലേ, യേശു ആരെന്നറിഞ്ഞാലേ പ്രാർത്ഥിക്കൂ എന്നൊക്കെ മുട്ടി ന്യായമൊക്കെ ഒത്തിരി പറഞ്ഞു. എൻ്റെ അടുക്ക വന്ന് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് പോകാൻ പറയാൻ പറഞ്ഞു. ദിവസവും കുർബാന കണ്ടുകൊണ്ടിരുന്ന എൻ്റെ അടുത്താണ് ഇനി യേശുവിനെ അറിയാൻ പറയുന്നത്. ഞാനിനി എന്തോന്ന് ഉടമ്പടി എടുക്കണം? ഡെയിലി കുമ്പസരിച്ച് കുർബാന എടുക്കുന്ന ഞാൻ ഇനി എന്തോന്ന് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. ഈ പോകാൻ പറയാന്ന് പറഞ്ഞതും ദൈവദാസി എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാത്ത ഒരു ശക്തി എൻ്റെ മേൽ വന്നിട്ട് പറയുക, നീ അനുസരിക്ക, നീ 3-മത്തത് ഇങ്ങനെ നീ അനുസരിക്കുക, അത്രേ ചെയ്യേണ്ടത്. ഇതെൻ്റെ ജീവിതത്തെ പെട്ടെന്ന് ഞാൻ അങ്ങ് ഭയപ്പെട്ടു. ഞാൻ പറഞ്ഞു, വിളിക്കാൻ പറഞ്ഞു. പിന്നെ ഈ മനുഷ്യൻ വരുന്നത് പഴയ മനുഷ്യനായിട്ടല്ല. ആ മനുഷ്യൻ വന്ന് പറയുകയാണ്, ഹൃദയം തകർന്നു പോകും, സഹോദര, ഞാൻ അനിയൻ വന്നപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കുന്നത് യേശുവിനോടുകൂടിയാണ്. യേശുവാണ് നിങ്ങൾക്ക് വിടുതൽ തരേണ്ടത്. ഞാൻ ആരുമല്ല. ഞാൻ വിളിക്കുന്ന ഒരു ദൈവം എന്ന് പറയുന്നത് യേശുവാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിങ്ങൾ എണീക്കണമെങ്കിൽ യേശുവാണ് പ്രവർത്തിക്കേണ്ടത്. അപ്പൊ യേശു പ്രവർത്തിച്ചില്ല എങ്കിൽ ഞാനൊന്നുമല്ല. ഞാനൊരു ഉപദേശിയാണ്, ഞാനൊരു പാസ്റ്ററാണ്, ഞാനൊരു ശുശ്രൂഷകനാണ്, ഇവിടെ അടുത്തുള്ളൂരാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. അതുകൊണ്ടാണ് യേശുവിനെ അറിയണം, സ്വീകരിക്കണം. ഞാൻ കേട്ട് എങ്ങനെയാ ഇനി യേശുവിനെ സ്വീകരിക്കേണ്ടത്? ഞാനും യേശുവിനെ സ്വീകരിച്ചവനല്ലേ. ഞാനും എൻ്റെ കുടുംബവും മാമോദീസ കൊണ്ടവരല്ലേ, കുർബാന എടുക്കുന്നവരല്ലേ. ഞാനിനി എങ്ങനെയാ യേശുവിനെ സ്വീകരിക്കും? അങ്ങനെയല്ല. യേശുവിനെ സ്വീകരിക്കണമെങ്കിൽ, യേശു ദൈവമെന്ന് നമ്മൾ അറിയണമെങ്കിൽ, സഹോദരൻ ഒരു കാര്യം ഓർക്കുക, യേശു സഹോദരന്റെ പാപത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു. ആ 3 ആണിമേൽ തൂങ്ങി രക്തം ചൊരിഞ്ഞ യേശുവിന്റെ രക്തം സഹോദരന്റെ സകല പാവവും പോക്കി സഹോദരനെ ശുദ്ധീകരിച്ച് ഇവിടെ നിന്ന് കിടക്ക എടുത്ത് നടത്തുന്നു. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു കാര്യമേ ചെയ്യാനുള്ളൂ. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശു കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്ത് എൻ്റെ പാപങ്ങളോട് ക്ഷമിച്ച് എന്നോട് കരുണ കാണിക്കണമേ എന്ന് യേശുവിനോട് പറഞ്ഞാൽ മതി.
യേശു സഹോദരനെ കിടക്കയിൽ നിന്ന് എടുക്കും, എഴുന്നേൽപ്പിക്കുമല്ലോ. ഇത് കേട്ടപ്പോ എൻ്റെ ഹൃദയം ഒന്ന് തണുത്തു. ഞാൻ പറഞ്ഞു, ശരി, നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കാവുന്നത്. പുള്ളി എനിക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചു. എൻ്റെ ശരീരത്തിൽ പിന്നെ അസ്ഥികൂമ്പാരത്തെ നോക്കി, പിന്നെയല്ലേ ഇതൊക്കെ നമ്മൾ അറിയുന്നത്. പ്രവാചകനോട് പറഞ്ഞതുപോലെ ജീവിക്കുമോ എന്ന് ചോദിച്ചതുപോലെ അസ്ഥികളുടെ മേൽ ശക്തി വരാൻ തുടങ്ങി, നാഡീനരമ്പുകളെ ജീവിപ്പിക്കുവാൻ തുടങ്ങി. മാംസം എന്തോ ഒരു വരിഞ്ഞു മുറുങ്ങിയിരുന്ന മാംസം ഒരു ഫ്രീ ആയി തുടങ്ങി. ചുളിഞ്ഞ തൊക്കൊക്കെ എന്നങ്ങ് നേരെ ആയി തുടങ്ങി. 20 ദിവസം എൻ്റെ അളിയൻ ഇങ്ങനെ വാ പിടിച്ചാ എനിക്ക് വെള്ളം തരും, ഞാൻ കുടിക്കത്തില്ല. ഈ മനുഷ്യൻ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട്, ഈ പുള്ളി പ്രാർത്ഥിച്ചിട്ട് സഹോദര പോട്ടാ എന്ന് പറഞ്ഞ് പിന്തിരിയുമ്പോ ഞാൻ വിളിച്ചു പറഞ്ഞു, വൈഫിന്റെ അടുത്ത് പറ, അളിയനും സഹോദരനിക്ക് എനിക്ക് കഞ്ഞി വേണം. അന്ന് രാത്രി 11:30 മണിയായപ്പോ കഞ്ഞി ഉണ്ടാക്കി എനിക്ക് മെഡിക്കൽ കോളേജിൽ കൊടുത്തു, കുടിച്ചു. അന്നാണ് ഞാൻ ബാത്റൂമിൽ പോയത്. പിറ്റേന്ന് രാവിലെ ഡോക്ടർ എന്ന് പറയാണ്, എനിക്ക് 3 പേരുണ്ട്. ജനന പേര് കോമളൻ എന്നാണ് അപ്പനൊന്ന് ഇട്ടത്. രണ്ടാമത് റെക്കോർഡ് പേര് മഞ്ജുനാഥൻ എന്നാണ്. മൂന്നാമത് കത്തോലിക്കനായപ്പോ കിട്ടിയ പേരാണ് ക്രിസ്തുദാസ്. മഞ്ജുനാഥൻ എന്ന് സർട്ടിഫിക്കറ്റ്, കോമളൻ എന്ന വീട്ടിലെ ചെല്ലപ്പേരും, ക്രിസ്തുദാസ് എന്ന ക്രിസ്ത്യാനി പേര്. അങ്ങനെ 3 പേരിൽ അറിയപ്പെടും. ക്രിസ്തുനാഥന് വീട്ടിൽ പോകാം, ഡിസ്ചാർജ് ചെയ്തെന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ എൻ്റെ ജീവിതത്തിൽ ഒരു മറുക്കള്. അങ്ങനെയാണ് യേശുവിനെ ഹൃദയത്തിൽ കൈക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്യുവാനിടയായി. ഞാൻ വീട്ടിൽ കൊണ്ടുപോയി. ഈ മനുഷ്യനുമായിട്ട് ഒരു ബന്ധവും എനിക്കില്ല, ഒരു ബന്ധവും. കാരണം അഡ്രസ്സിന് ഫോൺ നമ്പർ തന്നില്ല. ഉള്ളൂർ ചർച്ചാണെന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ താഴെയാണ്. എൻ്റെ വീട് വന്നിട്ട് 3 കിലോമീറ്റർ അപ്പുറമാണ്. അപ്പം നമ്മൾ പറഞ്ഞിട്ടങ്ങ് പോകും. അപ്പം ഞാൻ 3 മാസം ലീവിലായിരുന്നു. ലീവ് കഴിഞ്ഞ് മോനെ കൊണ്ട് സ്കൂളിലാക്കാനായിട്ട് മുട്ടള എന്ന് പറയുന്ന ജൻപ്പളയാണ് വൈഫിന്റെ വീട്, അവിടെയാണ് താമസിക്കുന്നത്. കൊണ്ടാക്കാനായിട്ട് പോയപ്പോൾ ഒരു മനുഷ്യനെതിരെ നിൽക്കുന്നു. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലായി, ഇത് അന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആളാണ്. ഞാൻ ഓടിപ്പോയി. എന്നെ അറിയുമോ എന്ന് ചോദിച്ചു. പുള്ളി എൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പിടികിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി മെഡിക്കൽ കോളേജിൽ പ്രാർത്ഥിച്ചത് എൻ്റെ പേര് കോമളൻ എന്നാണ്, പ്രാർത്ഥിച്ച് ഓർക്കുന്നുണ്ട്. പെട്ടെന്ന് എന്നെ അങ്ങ് പിടിച്ച് കൈയൊക്കെ പിടിച്ച് കുലുക്കി. വീട് എവിടെയാണെന്ന് ചോദിച്ചു. നമ്മൾ തൊട്ടടുത്താണ്, ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. വീട്ടിൽ പോയി, കൊണ്ടുപോയി. പുള്ളി എനിക്ക് അവിടെ പ്രാർത്ഥിച്ചു. അപ്പൊ ചർച്ചിലൊന്ന് വരാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നോക്കട്ടെ എന്ന്. ഇതിനു മുമ്പുള്ള ചരിത്രം, ഞാൻ കത്തോലിക്ക വിവാഹം കഴിഞ്ഞു. ചേട്ടന്റെ വീട്ടിലായിരുന്നു താമസം. അവരൊക്കെ ഹിന്ദുക്കളാണ്. വൈഫ് മാത്രമേ ഞാനുമായിട്ടുള്ള വിശ്വാസത്തിൽ വന്നിട്ടുള്ളൂ. അവിടെ അമ്മയും സഹോദരങ്ങളെല്ലാം തൊട്ടടുത്ത അമ്പലത്തിലെ അമ്പലക്കാളകളെന്ന് പറയും, അവരാ അവിടെ എപ്പോഴും തൊട്ട് എന്നും ഒരു പോയി വരുന്നവരാ. പക്ഷെ എൻ്റെ ഭാര്യയ്ക്ക് അങ്ങനെ അതിനോട് വലിയ താല്പര്യം പണ്ടേ ഇല്ലെന്ന് അവൾ പറയും. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് താമസം മാറി. ഇളയ മോന്റെ പ്രസവമായിട്ട് ചേട്ടന്റെ വീട്ടിൽ നിന്ന്, മൂത്ത മോൾ അവിടെ നിന്ന് 3 വയസ്സ് വരെ വളർന്നു. രണ്ടാമത്തെ കുട്ടിയുമായിട്ട് ഞങ്ങൾ നേരെ രണ്ടാമത്തെ കുട്ടിയുമായിട്ട് മോളുടെ വീട്ടിൽ വന്നു. അങ്ങനെ ഭാര്യ വീട്ടിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞു, കത്തോലിക്ക നിൽക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞു, ഈ നിങ്ങളുടെ വിഗ്രഹങ്ങളും പടങ്ങളും ഒക്കെ എടുത്ത് മാറ്റിയാലേ ഞാൻ വരത്തുള്ളൂ. അപ്പൊ അവരതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഞാൻ അവിടെ എൻ്റെ ദൈവങ്ങളെയൊക്കെ ഈ വിശ്വാസത്തിൽ വെച്ചിരി അങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ വീട്ടുകാർക്ക്, അവരുടെ വീട്ടുകാർക്ക് ഭയങ്കര എതിർപ്പാണ്. ഒരു കാരണവശാലും ഇവർ അംഗീകരിക്കത്തില്ല. നിരന്തരമുള്ള ഇവർക്കെതിരെ ഒത്തിരി പീഡകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കി. അതെന്നെ അധികമായി വേദനിപ്പിച്ചു. അവസാനം ഇവർ ഗത്യന്തരമില്ലാതെ അടുക്കള വരെ ഇവര് ഉപയോഗിക്കാൻ അനുവദിക്കാതെ, ഒന്നിച്ച് വേവിക്കാൻ സമ്മതിക്കത്തില്ല. ഇവർ ആഹാരം തരാതെ അവസാനം ഭാര്യ പ്രത്യേകം എന്തെങ്കിലും വരുമ്പോ കരഞ്ഞ് പറയും, കൊച്ചുങ്ങൾക്ക് 8-9 മണിയായിട്ടൊന്നും കൊടുത്തില്ല. ഞാൻ ഒത്തിരി വഴക്ക് പറയും. പിന്നെ തിരിച്ച് ഇവളെന്ത് ചെയ്യും, എൻ്റെ മുമ്പ് കരയുന്ന ഞാൻ എന്ത് ചെയ്യും, ഞാൻ നമുക്കൊരു പ്രത്യേകമാകാം. അങ്ങനെ പ്രത്യേകമായി. അപ്പൊ അവര് പറയുന്നത്, ഞങ്ങളെ ഇതിനകത്ത്
കടന്നു വന്ന് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങി, നീ ആരാധിക്കാൻ തുടങ്ങി. ഇപ്പം കത്തോലിക്ക് നീ പള്ളിയിൽ പൊയ്ക്കൊണ്ട് ഇപ്പൊ പെന്തക്കോസ്തുകാരനെ വീട്ടിനകത്തുകൊണ്ട് കയറ്റി നീ ഞങ്ങളെ പെന്തക്കോസ്തുകാരനാക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ അമ്മ ഒത്തിരി സഹോദരന്മാരും പ്രതികൂലങ്ങളുണ്ടായി. അവസാനം ഒരു മുറിക്കകത്ത് വെച്ച് വേവിച്ച് ഞങ്ങൾ ഒരു മുറിക്കകത്ത് തിന്ന് കുടിച്ചു കഴിഞ്ഞു. അവസാനം ഗത്യന്തരമില്ലാതെ ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ ആരോടാണ് ഇത് പ്രവർത്തിക്കുന്നത്? ഞാൻ ജീവനുള്ള ദൈവത്തെ സ്നേഹിക്കും, ആ ദൈവത്തിന് വിരോധമായി നിങ്ങൾ പ്രവർത്തിക്കരുത്, അത് നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നു. അത് അവരുടെ ജീവിതത്തിൽ എന്തോ ഒരു ഭയപ്പാടുണ്ടായി. പിന്നെ അവരെ മൂത്ത സഹോദരൻ രണ്ടുപേരുണ്ട്, അവർ രണ്ടുപേരും വീട് മാറിപ്പോയി. പിന്നെ ഞാനും ഭാര്യയും അച്ഛനും അമ്മയും മക്കളും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒത്തിരി ത്യാഗപൂർണമായ വേദനയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ വിശ്വാസം. ഇപ്പൊ എൻ്റെ വൈഫിനെ ഞാൻ പിന്നെ ഈ ചർച്ചിലെ പാസ്റ്ററിനെ വിളിക്കും, ഞാൻ പോകും. ഒരിക്കൽ പോകുമ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ചെല്ലുമ്പോൾ എല്ലാവരും തറയിലായിരിക്കും, എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പാസ്റ്റർ അടുത്ത് തലേ ദിവസം വിളിച്ചപ്പോൾ കണ്ടപ്പോൾ പറഞ്ഞു, പാസ്റ്റർ ഞാൻ വരാം, പക്ഷെ എനിക്ക് തറയിൽ ഇരിക്കാൻ പറ്റത്തില്ല, അപ്പൊ കസേരയിൽ ഇരിക്കാവും. അപ്പൊ കസേര ഉണ്ടെങ്കിൽ എനിക്കൊരു കസേര മാറ്റിയിടണു. പക്ഷെ ഞാൻ ചർച്ചിൽ ചെല്ലുമ്പോൾ എല്ലാവരും തറയിലായിരിക്കും. അപ്പൊ എനിക്ക് ഈ കസേര ഇരിക്കാൻ എന്തോ ഒരു പറ്റുന്നില്ല. ഞാനും തറയിലിരുന്നു. എന്നിട്ട് ഇവര് സങ്കീർത്തനം വായിക്കാനായിട്ട് എണീക്കും. ആദ്യം എനിക്കറിയില്ല, എണീക്കുമ്പോൾ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞു, ദൈവമല്ലേ അങ്ങ്, ഇങ്ങനെ ആലയത്തിൽ ഞാൻ വന്നതാ, ഞാൻ ഒരു ആരാധനക്രമം വിട്ടിട്ട് പുതിയതൊന്നിലേക്ക് വന്നത്, എവരുടെ നടുവിൽ എന്നെ ലജ്ജിപ്പിക്കരുത്, എനിക്ക് അടുത്തവരെ എഴുന്നേൽക്കുമ്പോൾ എനിക്കും എഴുന്നേൽക്കണമെന്ന് പ്രാർത്ഥിച്ചു തീർന്നതേ ഉള്ളൂ. അടുത്ത പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുമ്പോൾ ആരാധനയ്ക്ക് എഴുന്നേൽക്കുമ്പോൾ ഞാനും എഴുന്നേൽക്കുവാൻ ആയിട്ടിടയായി. അതും ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. അങ്ങനെ വീട്ടിൽ ഒത്തിരി പ്രതികൂലങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നു. അങ്ങനെ ഈ വിശ്വാസത്തിൽ വന്നു. ഭാര്യ വിളിക്കുമ്പോൾ അവൾ പറയും, ഹിന്ദുവായിരുന്നു എന്നെ കൊണ്ടുവന്ന് കത്തോലിക്കയാക്കിയിട്ട് ഇപ്പൊ എന്നെ പെന്തക്കോസ്തിലേക്ക് കൊണ്ടുപോകാൻ നോക്കുകയാണ്, നടക്കത്തില്ലെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ പോകും, വൈബ് വരത്തില്ല. അങ്ങനെയായി ഒരു പുതിയ പാസ്റ്റർ അവിടെ ചാർജ് എടുക്കാൻ വന്നപ്പോൾ പുള്ളി നിരന്തരമായി വീട്ടിൽ വരും. എന്നിട്ട് പുള്ളി ഒരിക്കൽ ചർച്ചിൽ പറഞ്ഞു, ഞാൻ വടക്കേന്ത്യയിൽ പ്രവർത്തിച്ച ആളാണ്, ഇവിടെ വന്ന് മ്യൂസിയവും സംഗമവും കണ്ട് ജീവിക്കാനല്ല ഞാൻ വന്നത്, എനിക്ക് സുവിശേഷം അറിയിക്കണം, അതുകൊണ്ട് താല്പര്യമുള്ളവർ എൻ്റെ കൂടി സഹകരിക്കുന്നെങ്കിൽ നമുക്ക് സുവിശേഷം വരെ ചെയ്യാം, ഒത്തിരി ആത്മാക്കളെ നേടാം. അപ്പൊ അന്നൊരു 10-20 പേരെ ഞാൻ പോകുമ്പോൾ ചർച്ചിലുണ്ടായിരുന്നു. അങ്ങനെ ഈ പാസ്റ്റർ പറഞ്ഞത് കേട്ട് ഞാനും പാസ്റ്റർ പഴയ ഓർമ്മ വെച്ച് ഞാൻ പാസ്റ്റർ എടുത്തു, ഞാനുണ്ട് പാസ്റ്റർ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. വീടാന്തരം ശനിയാഴ്ച ദിവസം എനിക്ക് ഓഫാണ്. അപ്പൊ ഈ ദേവദാസൻ ശനിയാഴ്ച വീട്ടിൽ വരും 2 മണിക്ക് വരും. അപ്പൊ വൈഫിന് 3-4 ഓപ്പറേഷൻ അന്ന് കഴിഞ്ഞിട്ടുണ്ട്. വൈഫിന് തുണിയൊന്നും നനയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ തുണികളൊക്കെ ഞാൻ നിൽക്കുന്നിടത്ത് അന്ന് ആ പിള്ളേരുടെ അവിടെ എൻ്റെ എല്ലാം തുണി നനയ്ക്കും. ഈ ദേവദാസം വന്ന് 2 മണിക്ക് വരുന്ന ആള് 4-4:30 ആകുന്നത് വരെ അവിടെ ഇരിക്കും. അപ്പൊ പുള്ളി പറഞ്ഞു, ഇത് നമ്മൾ രാത്രിയാവും പിന്നെ വരാനായിട്ട്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേ, ഇത് എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യാൻ പറ്റും, പാസ്റ്റേ ചെയ്യാം, ഇതാണ് സംവിധാനം, ഇതേ പറ്റത്തുള്ളൂ. അപ്പൊ പുള്ളി പറഞ്ഞു, ഞാനിതാ വരുന്നെന്ന് പറഞ്ഞ് പോയ മനുഷ്യൻ ഒരു പിക്കപ്പ് വാനുമായിട്ട് വരുന്നു, ഒരു വാഷിംഗ് മെഷീനുമായിട്ട് ഭവനത്തിൽ വരിക. അതെന്നെ ഒത്തിരി അധികം വേദനിപ്പിച്ചു. സന്തോഷമാണെങ്കിലും പക്ഷെ അതൊരു വലിയ ഒരു പ്രവർത്തനത്തിന് ഹേതുവായി. പിന്നെ എല്ലാം അവള് നോക്കിക്കോളും, അവൾക്ക് പറ്റാത്തത് മെഷീനിൽ ഇട്ടയ്ക്ക് ഞാൻ വന്ന് എടുത്ത് പൊഴിഞ്ഞ് രാത്രിയിൽ അങ്ങനെ സുവിശേഷം പറഞ്ഞു. അനേകരെ ദൈവത്തിലേക്ക് നേടുവാനായിട്ട് ആ ദൈവദാസന് ഞാനും കൂടി ചേർന്ന് ഒത്തിരി പേരെ സഭയ്ക്ക് ആദായമാക്കി. ഒത്തിരി പേരെ പറഞ്ഞാൽ പറ്റാത്ത തരത്തിൽ ഇന്ന് ചർച്ചിന്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന പലരും എന്നിലൂടെ സുവിശേഷം ഞങ്ങൾ പോയി പറഞ്ഞ് അങ്ങനെ ആ ചർച്ചിൽ വന്നവരെ. അപ്പൊ അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ദൈവവിളി. എനിക്ക് മറ്റുള്ളവരിലൂടെ അറിയിക്കണമല്ലോ, മറ്റുള്ളവരുടെ സുവിശേഷം പറയാൻ വാഞ്ചയുണ്ടായി. അപ്പോൾ എനിക്കെതിരെ RSSകാര് പറഞ്ഞു, ഞാൻ മതപരിവർത്തനം നടത്തുകയാണെന്ന് പറഞ്ഞ് എനിക്കെതിരായിട്ടുള്ളവരൊക്കെ കുറിച്ചെന്ന് അവരെടുത്ത് പറഞ്ഞു. അങ്ങനെ അവർ വരികയും എന്നോട് ചോദിക്കും. ഞാൻ പറഞ്ഞു, എനിക്ക് തന്നെ ജീവിക്കാനുള്ള വരുമാനമില്ല, പിന്നെ ഞാൻ എങ്ങനെയാ പണം കൊടുത്ത് മനുഷ്യരെ ചേർക്കുന്നത്? നിങ്ങൾ എനിക്ക് തരിക, ഞാനും ബുദ്ധിമുട്ടിലാണ്, ഞാൻ കൊടുക്കാൻ ആർക്കും എനിക്കില്ല. പക്ഷെ
പ്രാർത്ഥന ആവശ്യപ്പെടുമ്പോൾ, എന്നോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ അനേകർ വിടുതൽ പ്രാപിക്കുന്നുണ്ട്. അങ്ങനെ വരുന്നവരാണല്ലാതെ ഞാൻ പണം കൊടുത്ത് എനിക്ക് സാമ്പത്തികമല്ല, ഒരു രൂപ പോലും എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്നതായിട്ടോ ആരെങ്കിലും എന്നെ സഹായിക്കുന്നതായിട്ടോ നിങ്ങൾ കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കാം. ഞാന് എൻ്റെ അധ്വാനം എനിക്ക് തികയാതെ വരുമ്പോൾ ഞാൻ എങ്ങനെ പരസ്യം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞ് അവരത് വിശ്വസിച്ചു. പിന്നെ ഉപദ്രവമൊന്നുമില്ല. പിന്നെ ഞാനും എൻ്റെ പ്രവർത്തനം തുടങ്ങി. ആ പാസ്റ്റർ ഒന്ന് മാറിപ്പോയി. വീണ്ടും വേറൊരു പാസ്റ്റർ വന്നു. ആ പാസ്റ്റർക്ക് സുവിശേഷമായിട്ട് ഒരു താല്പര്യമില്ല. ഇവർ പറയും എൻ്റെ ഒരു ശുശ്രൂഷയാണ്. പിന്നെ അതെൻ്റെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾക്ക് ഇടയാക്കി. അങ്ങനെ പോകുമ്പോഴാണ് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞതുപോലെ പെന്തക്കോസിൽ അടിയുറച്ച് തീഷ്ണമായ വിശ്വാസത്തിൽ മക്കളും ഞാനും വൈഫും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. മക്കൾ രണ്ടുപേരും സ്നാനപ്പെട്ടിട്ടില്ല. അവര് മോളെ +2 കഴിഞ്ഞ് സ്നാനപ്പെടാമെന്നവള് പറഞ്ഞു. അമ്മയ്ക്ക് അത്ര താല്പര്യമില്ലായിരുന്നു. അങ്ങനെ അവളെ നേഴ്സിങ്ങിന് അയച്ചു. നേഴ്സിങ്ങിന് സമയത്ത് വരുമ്പോൾ പാസ്റ്റർ പറയാൻ മോളെ സ്നാനപ്പെടുത്തും. അപ്പൊ അമ്മയ്ക്ക് അത്ര താല്പര്യം പോരാ. വിവാഹം നടക്കുമ്പോൾ സഹോദരന്മാരെല്ലാം ഒത്തിരി എതിർപ്പുണ്ടായി. നമ്മൾ പെന്തക്കോസ്തിൽ പോകുന്നതുകൊണ്ട് അവരൊക്കെ ഒത്തിരി ഭീഷണി. പിന്നെ അവരുടെ സഹോദരന്മാര് പണ്ടത്തെ പോലെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി. മോള് വളർന്നു വരുന്നു, അപ്പൊ നീ മോള് എടുക്കും എന്നുള്ള വിഷയങ്ങൾ വന്നപ്പോൾ ഇവള് മോളെ സ്നാനപ്പെടുത്താനായിട്ട് താല്പര്യപ്പെട്ടില്ല. വൈഫ് സ്നാനപ്പെട്ടു, താല്പര്യപ്പെട്ടില്ല. അങ്ങനെ മുന്നോട്ട് പോയി. ഈ സമയത്താണ് എൻ്റെ ജീവിതത്തിൽ ഒരു ദുരന്തം, പിന്നത്തേതിലാണ് ഒരു ദുരന്തം എന്നെനിക്ക് തോന്നുവാനിടയായത്. ഞാന് കർത്താവായ യേശുവിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ച് ആത്മാക്കളെ നേടിയും സുവിശേഷം അറിയിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് എൻ്റെ സാമ്പത്തികമായ ഒത്തിരി ബുദ്ധിമുട്ട്. പിള്ളേരെ രണ്ടുപേരും ഇംഗ്ലീഷ് സർവോദയ സ്കൂളിലാണ് പഠിക്കുന്നത്. മോള് പ്രൈവറ്റിലാണ് പിന്നെ +2 കഴിഞ്ഞത്. പിന്നെ നേഴ്സിങ്ങിന് അവളെ അയച്ചു. മോന് വന്നിട്ട് പ്രൈവറ്റ് സ്കൂളിലാണ് പഠിപ്പിച്ചത്. അവനും പ്രൈവറ്റ് സ്കൂൾ +2 കഴിഞ്ഞു. പിന്നെ അവന് മറൈൻ എഞ്ചിനീയറിങ്ങിന് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവന് മറൈൻ എഞ്ചിനീയറിങ്ങിനെ ആക്കിയപ്പോൾ എനിക്ക് സാമ്പത്തികം വളരെ പ്രയാസത്തിലായിരിക്കുമ്പോഴാണ് 2 അയൽക്കാർ സഹോദരങ്ങൾ വന്ന് പറഞ്ഞു, ഒമ്പളൻ ചേട്ടാ, ഞങ്ങൾക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു സ്ഥലം വിൽക്കാനുണ്ട്. അത് വിൽക്കാനാണെങ്കിൽ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ചേട്ടന് അതിന് മുതൽ മുടക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ഒത്തിരി നന്മയുണ്ടാവും, നമുക്കങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരി, ഞാൻ അതിൽ പങ്കെടുക്കില്ല, നിങ്ങൾ കാര്യം ചെയ്തോളണം, കിട്ടുന്നതിലൊരു ഓഹരി എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. ആദ്യം 1 ലക്ഷം രൂപ കൊടുത്തു. അത് അഡ്വാൻസ് ആയി. അതിൽ നിന്ന് 1 ലക്ഷം കൊടുത്തപ്പോൾ എനിക്ക് 1 ലക്ഷം കിട്ടി. പിന്നെ വീണ്ടും 3-4 ബിസിനസ് ഒക്കെ ചെയ്യുവാനിടയായി. അപ്പൊ എനിക്ക് ദിവ്യ ആഗ്രഹം ഭയങ്കരമായിട്ട്, 1 വെച്ചാൽ 1, 5 വെച്ചാൽ 5 പോലെ പണ്ട് പറയുമല്ലോ. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവത്തിലേക്ക് ഞാൻ കർത്താവിനെ അറിഞ്ഞവനാണ്. ഇണയില്ല പിണ കൂടരുതെന്ന് വചനം പഠിച്ചവനാണ്. ജാതികളുമായി ചേരരുത്, ഒരു കാര്യത്തിലും ഒരു ഇടപെടരുത്. പിന്നെ വീണ്ടും ഞാൻ എന്ത് ചെയ്തു, ഇവരുമായിട്ട് ചേർന്ന് ആദ്യം പിന്നെ വരുന്ന ലാഭമൊക്കെ ബിസിനസ്സിലിട്ടു. പിന്നെ അവർക്ക് ഒരു 15 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണമെന്ന് പറഞ്ഞൊരു വസ്തുവിന്. അങ്ങനെ 5 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. ഞാൻ ഈ കിട്ടിയതും വൈഫിന്റെ ആഭരണമൊക്കെ കൂടി എടുത്തുകൊണ്ടുപോയി 5 ലക്ഷം കൊടുത്തു. പെട്ടെന്നൊരു വീണ്ടും വന്നു പറഞ്ഞു, ഇതേപോലെ ഒരു വസ്തു വന്നിട്ടുണ്ട് 50 സെന്റ്, അതിന് 20 ലക്ഷം കൊടുക്കണം, എങ്കിലേ ഒരു തരത്തുള്ള അഡ്വാൻസ്. അപ്പൊ അത് 1.5 കോടി രൂപയ്ക്കുള്ള വസ്തുവാണ്. 20 രൂപ അഡ്വാൻസ് കൊടുക്കണം, 1 ലക്ഷം. ഞാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യും? അപ്പൊ വീണ്ടും ഇതേപോലെ തന്നെ 7 ലക്ഷം രൂപ ഇതേപോലെ മറിച്ചു ഉരുപ്പടി പണയം വെച്ചു എല്ലാം കൂടി കൊണ്ടുവന്ന് കൊടുത്തു. മകളെ 4 കൊല്ലം BSc നേഴ്സാണ്. 2 കൊല്ലം ആയപ്പോൾ തന്നെ അവർക്ക് വിവാഹാലോചന വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അയക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു 3-ാമത്തെ വർഷവും ആ ആലോചന വീണ്ടും വന്നപ്പോ ഞാൻ പറഞ്ഞില്ല, പഠനം തീരാതെ കുട്ടി അയക്കത്തില്ല. അപ്പൊ അവര് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടാല് നിശ്ചയം കഴിഞ്ഞാൽ നമുക്ക് വിവാഹം ചെയ്യും. അപ്പൊ അവര് കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു നടക്കത്തില്ല, കുട്ടിയുടെ എക്സാം കഴിഞ്ഞല്ലാതെ 4th ഇയർ എക്സാം കഴിഞ്ഞാൽ അയക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവരെ പോയിട്ട് പിന്നെ ഒരു മാസങ്ങൾ കഴിഞ്ഞപ്പോ വീണ്ടും അവർ വന്ന് പറഞ്ഞു, നിങ്ങൾ
അപ്പൊ ഞാൻ പെന്തക്കോസ്തിലെ അയക്കുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പൊ അവൾ വന്ന് പറഞ്ഞു, മോൾ സ്നാനപ്പെട്ടില്ലല്ലോ, നിങ്ങളുടെ മകളെ എന്റെ മകന്റെ കൂടെ അയക്കുകയാണെങ്കിൽ ഞങ്ങൾ 5 പേരും നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന സത്യദൈവത്തെ ഞങ്ങൾ ആരാധിക്കും. ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോ സത്യദൈവത്തെ അല്ല, അത് ഞങ്ങൾ കത്തോലിക്കരല്ലേ, നിങ്ങൾ പഴയ കത്തോലിക്കരായിരുന്നല്ലോ, നിങ്ങളുടെ മകളെ എന്റെ മകന്റെ അയക്കുകയാണെങ്കിൽ ഞങ്ങൾ 5 പേരും സ്നാനമേൽക്കുന്നു. ഇത് കേട്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു ഇടിത്തി പോലെ പെട്ടെന്ന് തോന്നി. എനിക്ക് അത് വലിയ ഒരു സന്തോഷം. ഞാൻ പറഞ്ഞു, ശരി, നിങ്ങൾ അങ്ങനെ ഉറപ്പ് തരികയാണെങ്കിൽ എൻ്റെ മകളെ നിങ്ങളുടെ മകന്റെ കൂടെ അയക്കാം, പക്ഷെ നിങ്ങൾ വാക്ക് പാലിക്കണം. അങ്ങനെ അവർ തീരുമാനിച്ചു. ഞാൻ അത് സമ്മതിച്ചു. വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ ഒത്തിരി എതിർപ്പുണ്ടായി. അത് പറ്റത്തില്ല, അവര് എങ്ങനെ അവര് പറഞ്ഞത് കൊണ്ടൊന്നും കാര്യമാവില്ല, അത് നടക്കില്ല, അവള് ഇപ്പൊ അത് തയ്യാറല്ല, അവൾ ഇപ്പോഴല്ല, വിവാഹം കഴിഞ്ഞതിന് ശേഷം മതി എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ നിമിത്തം ഒരാത്മാവ് നഷ്ടപ്പെടരുത്. എൻ്റെ മോളെ പേര് പറഞ്ഞു ഒരാത്മാവ് നഷ്ടപ്പെടരുത്. ഞാൻ വാക്ക് കൊടുത്തു. അങ്ങനെ അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി. സഭ മൊത്തം എനിക്കെതിരായി, സഭ പാസ്റ്റർ എനിക്കെതിരായി. അപ്പൊ ഞാൻ പറഞ്ഞ വാക്കുകളാണ്, ഞാൻ മുഖാന്തരം ഒരാത്മാവ് നഷ്ടപ്പെട്ടാൽ എന്നോട് അവർ പറഞ്ഞതാണ്, ഈ യേശുവിനെ കൈക്കൊള്ളാം, രക്ഷിക്കപ്പെട്ട് സ്നാനമേക്കാം. അത് ഞാൻ അംഗീകരിച്ചില്ലെങ്കിൽ എൻ്റെ മകള് ഭാവി വേറെ പോയാലും എൻ്റെ ഹൃദയത്തിൽ അതൊരു ഭാരമാകും. അതുകൊണ്ട് ഞാനത് വാക്ക് കൊടുത്തു, വിവാഹം നടന്നു. പക്ഷെ ദൈവകൃപയാൽ അവർ 5 പേരും 2ാമത്തെ ആഴ്ച അവര് പെന്തക്കോസ്ത് ആലയത്തിൽ ചെന്ന് 1 മാസം കഴിയുന്നതിന് മുമ്പ് മകളും മരുമകനും അമ്മായിയൊപ്പനും അമ്മായിയും അവരുടെ മകളും സ്നാനമേൽക്കുവാനിടയാണ്. ഇതെന്റെ ജീവിതത്തെ എത്രമാത്രം സന്തോഷിപ്പിച്ചു. കാരണം ഞാൻ എൻ്റെ മകളെ അയച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്നും അവർ ഇരുട്ടിൽ കിടക്കുമായിരുന്നു, ഇന്നും അവർ അന്ധത ബാധിച്ചവരായിരിക്കുമായിരുന്നു. പക്ഷെ ഒരു വെളിച്ചത്തിലേക്ക് വരുവാനിടയായി. അങ്ങനെ മകള് കുടുംബ സന്തോഷത്തിൽ പോകുമ്പോഴാണ് വിവാഹത്തിന് വെച്ചിരുന്ന പണമാണ് ഒരുക്കി ഇതെല്ലാം കൂടി കൊണ്ടുവന്ന് ഈ ബിസിനസിന് ഇടപെട്ട് ആ ബിസിനസിൽ കൊണ്ട് പണം ഇട്ടു. 5ാമത്തെ ബിസിനസ് എഗ്രിമെന്റ് ഇവർ എഴുതി. ഞാൻ എൻ്റെ വസ്തുവിന്റെ ഇൻകം എടുക്കാനായിട്ട് എഴുത്ത് ഓഫീസിൽ ചെന്നപ്പോ അവിടുത്തെ എഴുതുന്ന ആ പയ്യൻ എന്നോട് ചോദിച്ചു, ചേട്ടൻ ഇപ്പം ജേക്കബിനോടും ഹരി എന്നവരുടെ പേര് ഇടപെടുന്നില്ലേ ബിസിനസിൽ? ഞാൻ പറഞ്ഞുണ്ടല്ലോ, ചേട്ടന്റെ പേര് ഇവര് വെച്ചിട്ടില്ല എഗ്രിമെന്റില്, അവർ 2 പേരെ പേരേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഇന്നുവരങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. അല്ല, ഇപ്പോഴും അവരങ്ങനെയാ ചെയ്തിരിക്കുന്നത്. ഞാൻ ഉടൻ തന്നെ അവരെ വീട്ടിൽ പോകും. അപ്പൊ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഇത്രയും ദിവസം ഞങ്ങൾ വിശ്വാസത്തോടെ ചെയ്തല്ലോ, ഇനിയും അങ്ങനെ തന്നെ ചെയ്യും, അതുകൊണ്ട് ഒന്നുകൊണ്ട് ഭാരപ്പെടണ്ട. 2 പേരെ പേരിൽ അവർ എഗ്രിമെന്റ് ചെയ്തു, 3 പേരെ എഴുതില്ലെന്ന് പറഞ്ഞു. ഞാൻ പ്രദേശം വിശ്വസിച്ചു. 3ാമത് പേരെ എന്റെ എന്ന് വന്ന് 6.5 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് മൊത്തം 22 ലക്ഷം രൂപ എന്റെ കയ്യിൽ നിന്ന് വരെ കയ്യിലാണ്. എഗ്രിമെന്റ് 2ാമത്തേലൊന്നും പേരില്ല. എന്റെ മകളുടെ വിവാഹമായി നിശ്ചയത്തിന് ഞാൻ ചെന്ന് പറയുന്നു, മകളുടെ വിവാഹം നിശ്ചയമായി, നീ ജേക്കബ് പണം തരണമെന്ന് പറഞ്ഞാൽ ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട, എന്റെ മകളുടെ വിവാഹത്തിന് കംപ്ലീറ്റ് പൈസ തരും, കൂടുതൽ ഞാൻ തരും, അണ്ണന് വേണ്ടി ഞാൻ 2 പേരുടെ ആഭരണം ഫ്രീ ആയിട്ട് ഞാൻ കൊടുത്തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഹാള് ബുക്ക് ചെയ്തു. നിശ്ചയം കഴിഞ്ഞു, ഹാള് ബുക്ക് ചെയ്തു. വിവാഹത്തിന് 1 മാസത്തേക്ക് മുമ്പേ ഞങ്ങൾ പോയി ഇരുവരുമായി ചെന്ന് അവനെ പറഞ്ഞു, ജേക്കബ് പെട്ടെന്ന് പണം തരണം, ഞങ്ങൾക്കൊന്നും ആയിട്ടില്ല, ഞങ്ങൾക്കൊന്നും ഒരുക്കിയിട്ടില്ലെന്ന് പറഞ്ഞു. അവസാനം വിവാഹത്തിന്റെ 1 ആഴ്ചക്ക് മുമ്പേ എല്ലാം കൊണ്ട് വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞു. വ്യാഴാഴ്ച വിവാഹം, തിങ്കളാഴ്ച ഞാനും എൻ്റെ വൈഫും കൂടി രാവിലെ വെളുപ്പിന് 6 മണിക്ക് എൻ്റെ വീട്ടിൽ പോയി പറഞ്ഞു, നീ പണം തന്നില്ല എങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും അവിവേകം ചെയ്യും, ഞങ്ങളുടെ കയ്യിൽ 5 പൈസ ഇല്ല എന്ന് പറഞ്ഞു. ഇന്ന് വൈകുന്നേരം ഞങ്ങൾ എത്തിക്കാമെന്ന് പറഞ്ഞു. ചൊവ്വാഴ്ച രാവിലെ പോയപ്പോൾ ഭാര്യയും ഭർത്താവും കുടുംബവും അവർ വീട് കൂട്ടി, വീട്ടിൽ നിന്ന് അവർ നാട് വിട്ടുപോയി. എൻ്റെ ആകെ തകർന്നു. വൈഫ് പറഞ്ഞു, വീട്ടിൽ പോകേണ്ടത് എവിടെയെങ്കിലും ട്രെയിൻ മുമ്പേ ചാടി നമുക്ക് മരിക്കാം. ഇതെല്ലാം അവർ അപ്പോഴും ഒരു വാക്ക് പറഞ്ഞു, കത്തോലിക്കയായിരുന്നു എന്നെ കൊണ്ടുവന്നു പെന്തക്കോസ്ത് വിശ്വാസത്തിൽ കൊണ്ടുവന്നു, ഈ വിശ്വാസമാണ് ഇതെല്ലാം തകർത്തതെന്നു. ഇതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഞാൻ അവളടുത്ത് പറഞ്ഞു, നീ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കും. പെട്ടെന്ന് എൻ്റെ നാവിൽ യോബിന്റെ ചരിത്രം വന്നു.
പൊട്ടിയപ്പോൾ നന്മ അനുഭവിച്ചില്ലേ? അല്പം ബുദ്ധിമുട്ടുണ്ടായാൽ അത് മകളുടെ വിഷയത്തിൽ എന്ത് ചെയ്യും? ഞാൻ വീട്ടിൽ വരില്ല, നിങ്ങൾ വയ്ക്കോ, ഞാൻ എന്തെങ്കിലും അഭിപ്രായം ചെയ്യും. ഞാൻ പറഞ്ഞു, നീ മാത്രം ചെയ്യില്ല, ഞാനും കൂടി ചെയ്യാം. പിന്നെ അവള് തന്നെ മാനസാന്തരത്തോട് പറഞ്ഞു, മകളുടെ ഭാവി എന്താവും, എന്റെ മക്കൾ എന്ത് ചെയ്യും? അവള് പഠിച്ച വീട്ടിലെത്തിയില്ല. മറ്റന്ന തലേ ദിവസം അവള് വരുന്നുള്ളൂ, പരീക്ഷ അന്ന് തലേ ദിവസം തീരുന്നത്, കല്യാണത്തിന്റെ തലേ ദിവസം തീരുന്നത്. അവളിന്ന് നാളെ വണ്ടി കയറും. അപ്പൊ ഇവിടെ വന്നാൽ എന്താ ചെയ്യും? കുട്ടിയുടെ ഭാവി എന്ത്? കല്യാണം മുടങ്ങി ലോകം മുഴുവനും അറിയില്ലേ? അപമാനമല്ലേ? അപ്പനും അമ്മയും കയറി ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞു. നമുക്ക് തരാനുള്ളത് കൊണ്ടല്ല, നമ്മൾ കടക്കാരായത് കൊണ്ടാണ് എന്ന് പറയത്തില്ലേ? അതുകൊണ്ട് ആ ഉദ്യമം മാറ്റി. അവള് പറയും, നമുക്ക് എന്തെങ്കിലും പരിഹാരം കാണാം, നമുക്ക് ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. വീട്ടിൽ വന്നു. തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു വീട്, എന്നെ ഞങ്ങളെ അറിയാവുന്ന ആ പെൺകുട്ടിയെ ഇവിടെ കണ്ണുനീര് കണ്ടിട്ട് പറഞ്ഞു, ആന്റി ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട, എന്റെ 10-18 പവൻ ഇരിപ്പുണ്ട്, മകൾക്ക് നിങ്ങൾ അയക്ക്, ഞാൻ പറഞ്ഞത് വാക്ക് പാലിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ അവർ അത് ചെയ്തു. പക്ഷേ വിവാഹം നടന്നു. എനിക്ക് കൊടുക്കാൻ പണമുണ്ട്, കൊടുക്കാൻ കൊണ്ട് 3 മാസം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞു. എവിടെ വീട്ടിൽ പോകുമ്പോൾ ഇവർ പറയും എത്തിച്ചു തരാം, അങ്ങനെ തരാം, ഇങ്ങനെ തരാം എന്ന് പറഞ്ഞു. 1 കൊല്ലമായിട്ടും ഇവർക്ക് മടക്കി കൊടുക്കുവാൻ കഴിഞ്ഞില്ല. 20 ലക്ഷം, 10-18 ലക്ഷം രൂപ ഞാൻ കടക്കാരനായി. പിന്നെ മാന്യനെന്ന് കരുതി അവർ സ്നേഹിച്ചവരെല്ലാം എനിക്കെതിരെ തിരിഞ്ഞു. പ്രസിഡൻസി അറിയിച്ചു, പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു, പോലീസ് വരാൻ തുടങ്ങി, കടക്കാർ വന്നു. എനിക്ക് വീട്ടിനകത്തിരിക്കാനേ കഴിയാതെ വണ്ണം ഞാനൊരു പ്രാന്തനെ പോലെ വെളുപ്പിന് 6 മണി സൂര്യ ഉദിക്കുമ്പോൾ തന്നെ ഞാൻ വീട് വിട്ടോടും. ഞങ്ങളുടെ ചർച്ചിലെ വിശ്വാസിയെ വീട്ടിൽ ചെന്ന് ഒളിച്ചിരിക്കും. ഫോണ് കൊണ്ടുപോകത്തില്ല, കാരണം ഫോൺ ഉണ്ടെങ്കിൽ ഇവർ വിളിക്കും. ഒക്കെ വീട്ടിനകത്ത് ഇരിക്കാൻ വയ്യ, കടക്കാർ വന്ന് ഉപദ്രവിക്കുന്നു. അപ്പോഴാണ് എന്റെ ഹൃദയത്തിൽ ഒരു കാര്യം ഓടി വന്നത്. സഫീറയുടെയും അനന്യാസിന്റെ ദിവ്യാഗ്രഹം സകലവിധ ദോഷങ്ങൾക്ക് കാരണമായി. ഞാൻ കർത്താവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിൽ ജീവിച്ച ഞാന് കൂട്ടുകാരോട് ചേർന്ന് വീണ്ടും പല ദുർസ്വഭാവങ്ങളൊക്കെ വീണ്ടും എന്റെ ജീവിതത്തിൽ നാമ്പിടുവാൻ തുടങ്ങി. കർത്താവിനെ ഞാൻ നിന്ദിക്കുവാൻ തുടങ്ങിയത് എനിക്ക് ബോധ്യമായി. ഞാൻ ദൈവനാമം ദുഷിക്കുവാൻ ഇടയായി. ഞാൻ നിമിത്തം ഞാൻ തീരുമാനിച്ചു, ഞാൻ ജീവിച്ചിരുന്നാൽ ദൈവനാമം ദൂഷിച്ചു. കടക്കാർ വരും, മക്കൾക്ക് വെളിയിറങ്ങാൻ പറ്റിയില്ല. മോളെ വീട് അന്വേഷിച്ച് അവർ പോവുക കടക്കാർ, അവരെ വീട്ടിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, ഞാൻ മരിച്ചാൽ ഇന്ന് മരിക്കുന്നെങ്കിൽ ഇവന്റെ പേര് എഴുതി വെച്ചു. എനിക്ക് തരാനുള്ള രൂപയും കൊടുക്കാനുള്ള എല്ലാ കണക്കും ഞാൻ എഴുതി മ്യൂസിയത്തിൽ എന്നിരുന്ന് ഒരു 19 ഷീറ്റ് പേപ്പർ വാങ്ങിച്ച് സിറ്റി പോലീസ് കമ്മീഷണർക്ക്, CIക്ക്, പേരൂർക്കട സ്റ്റേഷനിലെ ഭാര്യയ്ക്ക്, 3 മക്കൾക്കും എഴുതി വെച്ചു. ഇന്ന കാര്യം മോളെ നീ ഇങ്ങനെ പഠിപ്പിക്കണം, ഇളയ മോളെ ഈ 2 പേരും കൂടി ചേർന്ന്, മൂത്തവർ 2 പേരും ചേർന്ന് ഇളയെ പഠിപ്പിക്കണം എന്നെല്ലാം പറഞ്ഞ് ഞാൻ എഴുതി ഒരു 10-12 കവറുമായിട്ട് രാത്രി വീട്ടിൽ വന്നു. ഒരു മകള് പ്രസവം കഴിഞ്ഞ് വീട്ടിലുണ്ടായി. എന്റെ വല്ലാത്ത അവസ്ഥ കണ്ടിട്ട് അവൾക്കെന്തോ പന്തി എഴുതും. അപ്പൊ ഞാൻ വെളുപ്പിന് പോകും, രാത്രിയാ വരുന്നത്. വീട് ദാരിദ്ര്യം കൊണ്ട് മകള് പ്രസവിച്ച് നിൽക്കുന്നു. അവൾക്ക് എന്ത് കൊടുക്കും? കുഞ്ഞിന് കൊടുക്കാൻ പോലും ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. അത്രയധികം വേദന. ആ സമയത്ത് ഇളയ മകള് പിരീഡായി ആദ്യമായിട്ട്. അവളെ നോക്കുവാനോ അവളെ കാര്യങ്ങളിൽ വിവരിക്കാനോ, കുഞ്ഞിന് എന്നും മുളക് കറിയും കഞ്ഞിയുമാണ് കൊടുക്കുന്നത്. കുഞ്ഞിന് വയറുവേദന. വീട്ടിൽ പോകുമ്പോൾ സ്കൂളിൽ നിന്ന് പറയാം, അമ്മ എനിക്ക് വയറുവേദന, പഠിക്കാൻ കഴിയില്ല. ഇത് കണ്ണീരും കരച്ചിലും. വീട്ടിനകത്ത് എനിക്ക് കയറാൻ നിവർത്തിയില്ല. ഇവിടെ എന്നെ കുറ്റം പറയുക മാത്രമല്ല, ഈ വിശ്വാസത്തെ കൂടി വീണ്ടും അവള്, നിങ്ങൾ ഒരുവനാ ഞങ്ങൾ ഇത്രയും കണ്ണീര് കുടിക്കേണ്ടി വരുന്നത്. ഞാൻ ഇനി ഞാൻ ജീവിച്ചിരുന്നാൽ ദൈവനാമം ദൂഷിക്കപ്പെടും. അതുകൊണ്ട് കർത്താവിനെ അറിഞ്ഞ് പെന്തക്കോസ്ത് വിശ്വാസത്തിൽ ജീവിച്ച ഞാന് ഒരു തീരുമാനമെടുത്തു. ഞാൻ ജീവിച്ചിരുന്നാൽ ദൈവനാമം ദൂഷിക്കും. ഞാൻ മരിച്ചാൽ 1 ആഴ്ച കൊണ്ട് ഈ ദൈവനാമം ദുഃഖിക്കുന്നത് തീരും. അവൻ കടം വാങ്ങിയിട്ട് അവൻ ആത്മഹത്യ ചെയ്തു. പിന്നെ 1 ആഴ്ച കഴിയുമ്പോൾ അതങ്ങ് ഇല്ലാതെയാകും. ഞാൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവനാമം ദുഃഖിക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കത്തെല്ലാം എഴുതി വീട്ടിൽ കൊണ്ടുവന്നു ഒളിച്ചു വെച്ചിട്ട് രാത്രി 1:30 മണിയാകുമ്പോൾ ഞാൻ വീട്ടിനകത്തുനിന്ന് ഇറങ്ങി ഒരു പുതിയ ഗ്ലൈഡുമായി വാങ്ങിച്ചു വെച്ചെന്നുമായിട്ട് എനിക്ക് രൂപ തരാനുള്ളവന്റെ വീട്ടിൽ പോയി.
അവന്റെ ഒരു വലിയ കടയുണ്ട്. ആ കട ഗ്രില്ലുണ്ട്, ഗ്രില്ല്. അതിനകത്ത് കയറി ആ കടയുടെ മുമ്പിൽ രാത്രി 1:30 മണിക്ക് എത്തിയിട്ട് ഈ ഇടത് കൈത്തണ്ട ആദ്യം മുറിച്ചു. 1:30 മണിക്ക് മുറിച്ച് ഞാന് 3:30 മണിക്ക് മരിക്കുന്നില്ല. രണ്ടാമത് ഈ വലത് കൈത്തണ്ടയും അതേപോലെ കയ്യിൽ വെച്ച് കീറി. അങ്ങനെ 5 മണിയായപ്പോ എന്റെ ഓർമ്മ നഷ്ടപ്പെട്ടു. പിന്നെ ഞാന് കാണുന്നത് മെഡിക്കൽ കോളേജിൽ ആംബുലൻസിൽ എന്നെ കൊണ്ടുപോയെന്നും മെഡിക്കൽ കോളേജിലാണ്. 11 മണിയായപ്പോൾ എന്നെ കടന്നു തുറന്നു. കാര്യം അറിഞ്ഞിട്ടില്ല, മക്കളാരും അറിഞ്ഞിട്ടില്ല. അപ്പൊ എന്റെ ചർച്ചയുള്ള 1-2 പേരെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്കിളിനെ കാണാനില്ല, രാത്രി ഇവിടുന്ന് വെളുപ്പിന് ഇറങ്ങിയതായി തോന്നുന്നു, നിങ്ങളുടെ വീട്ടിൽ ഇന്നലത്തെ പോലെ വന്നിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം അന്ന് രാത്രിയിൽ ഒരു ദൈവദാസന് ദൈവാത്മാവ് വെളിപ്പെടുത്തി, ഒരു സഹോദരൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. ദൈവത്തിന് പ്രിയമുള്ളവനാണ്, ദൈവം സ്നേഹിക്കുന്നവനാണ്, അതുകൊണ്ട് അവന് ആത്മഹത്യ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ആ ദൈവദാസൻ 2 പേരെ വിളിച്ച് ബൈക്കിൽ അവരെ എന്നെ അന്വേഷിച്ച് ഇറങ്ങാൻ തുടങ്ങി. അവര് മുപ്പട വരുമ്പോ ഒരു ആംബുലൻസ് പോകുന്നത് കണ്ടവര് പുറകെ വന്നു. അതിൽ ഒരുവൻ എന്നെ കണ്ടാൽ അറിയാം. വന്നപ്പോൾ ഞാനാണെന്ന് സ്ഥിരീകരിച്ചു. ഈ ദേവദാസനെ വിളിച്ചു. ദേവദാസൻ ആ സെക്കൻഡിൽ വന്നു. MV സക്കരിയ എന്ന് പറയുന്ന IPCയിലെ പാസ്റ്ററാണ്. എനിക്ക് അറിയില്ലായിരുന്നു. ആ മനുഷ്യൻ ഞാൻ കണ്ണു തുറന്നപ്പോ എന്നെ വീൽചെയറിൽ ഉരുട്ടിക്കൊണ്ട് എന്നെ കൊണ്ട് നടക്കുകയാണ്. ഞാന് കണ്ണു തുറന്ന് പോയി മരിച്ചു ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞത്, സഹോദര, യേശു സഹോദരനെ സ്നേഹിക്കും. കഴിഞ്ഞ രാത്രി ദൈവാത്മാവിനോട് പറഞ്ഞു, നീ ദൈവത്തിന് പ്രയോജനമുള്ളവനാണ്, നീ ദൈവം നിന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ദൈവാത്മാവ് എനിക്ക് വെളിപ്പെടുത്തുന്നു. അങ്ങനെ ഞാൻ വന്നതാണ്. അങ്ങനെ എന്നെ അവിടെ ശുശ്രൂഷയൊക്കെ ചെയ്തു. ആ മനുഷ്യൻ തന്നെ പേര് വെട്ടി വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് ഭാര്യ അറിയുന്നത്, മക്കൾ ഞാനിങ്ങനെ സംഭവിച്ചു. അത് വലിയ വിഷയമായി മാറി. സഭ എനിക്കെതിരെ തിരിഞ്ഞു. അയൽക്കാര്, ബന്ധുക്കൾ, ഇവിടെ ബന്ധുക്കളെല്ലാം എനിക്കെതിരെ തിരിഞ്ഞു. ജീവിതത്തിൽ അന്നൊരു പാഠം പഠിച്ചു. കർത്താവിനെ അറിഞ്ഞവൻ പിറകെ പിമ്പോട്ട് കാലുവച്ചാൽ വരാൻ പോകുന്ന വിപത്ത് നമ്മൾ സഹിക്കുവാൻ കഴിയുന്നതിലപ്പുറമാണെന്ന് നമുക്ക് മനസ്സിലായി. രാത്രിയിൽ ഉറക്കമില്ലാതെ നിലവിളിച്ചുകൊണ്ട്, കണ്ണുനീരോടെ നിലവിളിച്ച രാത്രികളുണ്ട്. അവസാനം വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊരു മാർഗമെന്ന് ചിന്തിക്കുമ്പോഴാണ് ഒരു മനുഷ്യനെ വഴിയിൽ വെച്ച് കണ്ടു. അദ്ദേഹം ട്രാക്ട് കൊടുക്കുന്ന മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് കുറെ ട്രാക്ട് തരും. ഞാൻ അങ്ങനെ ട്രാക്ടുമായിട്ട് വെളുപ്പിന് 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പേരൂർക്കട, കല്ലയം, അങ്ങനെ നടന്ന് മണിക്കൂറുകൾ നടന്ന് 3:30 മണി വരെ ട്രാക്ട് കൊടുക്കും. 3:30 മണിക്ക് നിർത്തുമ്പോൾ വീട്ടിൽ എത്തുമ്പോൾ 6 മണിയാണ്. വീട്ടിൽ വന്നാൽ ആഹാരം ശരിയായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പേരൂർക്കട ഞാൻ ട്രാക്ട് കൊടുത്തു. 12:30 മണിക്ക് അവിടെ എത്തി. 12 മണി 2 മണി വരെ ട്രാക്ട് കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ പിച്ച തണ്ടുന്ന ഒരു അമ്മച്ചിയെ കാണുവാനിടയായി. എന്നെ കണ്ടിട്ട് അവര് പിച്ച വാങ്ങിച്ച് അവര് സഞ്ചിയിലിട്ടിട്ട് 2:30 മണിയായപ്പോ എനിക്ക് 20 രൂപ എടുത്ത് തരികയാണ്. കുറേ നേരം കൊണ്ട് ഇവിടെ നിൽക്കുകയല്ലേ, പോയി ചായ കുടിച്ചിട്ടോ. അതിനെ ഏറ്റവും വേദനിപ്പിച്ചു. ജീവിതത്തിൽ നമ്മളെ ദൈവം ഏതെല്ലാം ഇത്ര സമ്പന്നനായിരുന്ന ഞാൻ. 3 വീടുണ്ടായി, എല്ലാം നഷ്ടപ്പെട്ടു. എല്ലാ ദ്രവ്യാഗ്രഹത്താൽ നഷ്ടപ്പെട്ടു. ഇന്ന് ധർമ്മം വാങ്ങുന്ന, മറ്റുള്ളവരെ ആശ്രയിക്കുന്നവര് എനിക്ക് നേരെ പൈസ എടുത്ത് നീട്ടിട്ട് പറയുക, പോയി ചായ കുടിച്ചിട്ട്. ഇതെന്റെ വല്ലാത്തത്. ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ അങ്ങോട്ട് തരേണ്ടത്, ഞാൻ നിങ്ങള് മറ്റു പലരേന്നും വാങ്ങുന്നവരാ, ഞാൻ കാണുന്നല്ലേ, നിങ്ങളേന്ന് ഞാൻ വാങ്ങുന്നത് എന്നെ ദൈവം ശിക്ഷിക്കും, അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു. പിറ്റേന്ന് ഇതേപോലെ ഞാൻ പേരുക്കുട ചന്തയില് ട്രാക്ടുമായിട്ട് നിൽക്കുമ്പോ എന്നെ അറിയാവുന്ന ഒരു ദൈവദാസൻ, ഞാനൊരു പ്രാന്തനെ പോലെ അരയെ കണ്ടിട്ട് ആ ദേവദാസൻ വിളിച്ച് സഹോദരനോട് പറഞ്ഞു, നിങ്ങളുടെ ചേട്ടനാണതാ ഇവിടെ ഒരു പ്രാന്തനെ പോലെ ഇതിനകത്ത് കിടന്ന് അരയില്ല, കുളിച്ചിട്ട് ഒന്നുമില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു, അത് അവശനായിരിക്കുന്നു. ഈ സഹോദരൻ ഉടൻ തന്നെ വൈദ്യുമായി ചെന്ന് വീട്ടിൽ ചെന്ന് കണ്ടിട്ടുണ്ട്. ചേട്ടനോട് പോയി, അറിയില്ലെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാതെ പിന്നെ എവിടെയാ പോകുന്നതെന്ന് പറഞ്ഞുള്ള വഴക്ക് പറഞ്ഞിട്ട് നേരെ പേരൂക്കട സ്കൂട്ടറിൽ വന്നു.
ഞാൻ വേറെ ഇങ്ങനെ ട്രാക്കുമായി നിൽക്കുകയാണ്. എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞിട്ട് എന്നെയും കയറ്റി വീട്ടിൽ കൊണ്ടുപോയി. അവൻ തന്നെ ആഹാരമൊക്കെ വീട്ടിൽ തന്നു. അവൻ പറഞ്ഞു, ഈ മുഷിഞ്ഞ വേഷമായിട്ട് ഇനി പുറത്തിറങ്ങരുത്, മക്കൾക്ക് അത് നാണക്കേടല്ലേ, നിനക്ക് നാണക്കേടില്ലേ എന്ന് പറഞ്ഞ് ഒത്തിരി 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 ജീവിതാനുഭവങ്ങൾ എന്റെ മേലുണ്ടായി. ഞാൻ കരയുവാൻ തുടങ്ങി, നിലവിളിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വീട്ടിനകത്ത് അർദ്ധരാത്രി ഉണരും, നിലത്ത് കിടന്ന് ഉരുളും, പരമ്പിൽ കിടന്ന് ഉരുളും, മുട്ടുമേൽ നിൽക്കും. അങ്ങനെ മകന് രാത്രി ഉണരുമ്പോ ഞാൻ മുട്ടിന്മേൽ നിന്ന് കരയുന്നത് കാണും. ഇളയ മകള് രാത്രി എണീക്കുമ്പോൾ ഞാൻ മുട്ടിന്മേൽ നിന്ന് കരയുന്നത് കാണും. അങ്ങനെ ഇളയ മകള് മകൻ പിന്നെ ഉറങ്ങത്തില്ല. അവൻ പിന്നെ പേടി, അന്ന് ഇത് സംഭവിച്ചതുകൊണ്ട് വീണ്ടും എന്തെങ്കിലും സംഭവിക്കുമെന്ന് അവൻ ഉറങ്ങത്തില്ല. ഇളയ മകൾ പിന്നെ എന്റെ കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കും. മൂത്ത മകളുടെ കൂടെ പോയതാ. അവർക്ക് കൊടുക്കാവുന്ന കൊടുക്കാത്തതുകൊണ്ട് അവർ ശത്രുക്കളായി. ആ വീട്ടുകാർ മകളെ വീട്ടിലയക്കത്തില്ല, ഭയങ്കര വിരോധമായി. അങ്ങനെ വേദനയിൽ ഇരിക്കുമ്പോഴാണ്, പറഞ്ഞറിയിക്കുമായി വാർത്ത വേദനയിരിക്കുമ്പോ ഞാനൊരു കാര്യത്തെയുമായി എന്റെ മക്കളെല്ലാം പ്രാർത്ഥിക്കുവാൻ പഠിച്ചു. എന്റെ മക്കൾ മുട്ടിന്മേൽ ഇരിക്കുവാൻ തുടങ്ങി, എന്റെ മക്കൾ കരയുവാൻ തുടങ്ങി. ഞങ്ങൾ ഭവനത്തിൽ ഒന്നിച്ച് പിന്നെ കരയുവാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവം പ്രാർത്ഥന പഠിപ്പിച്ചു, ജീവിതം പഠിപ്പിച്ചു. അല്ലെങ്കിൽ വീട്ടിനകത്ത് കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം അഴുകിയും ചീത്തയായി വലിച്ചെറിയുന്ന വീട്ടിനത് ശൂന്യമാണ്. ഇളയ മകൾ പറയും, എനിക്ക് ഒരു ഫ്രൂട്ട്സ് വേണമെന്ന് പറയും. അപ്പോഴാണ് ഒരു ദിവസം ഏലിയാവിനെ അയച്ചതുപോലെ ഒരു മനുഷ്യന്റെ വീട്ടിന്റെ മുമ്പ്, എന്റെ രണ്ട് വീട് ടൈൽസിട്ട മനുഷ്യനാണ് എന്നെ അന്വേഷിച്ച് എന്റെ വീട്ടിൽ വരികയാണ്. ആ മനുഷ്യൻ എന്നെ കണ്ടിട്ട് പറയുക, എന്ത് ഇത്തിരി ഭാരത്തോടെയാണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വലിച്ച പ്രയാസമുണ്ട്, എന്റെ ഒരു വണ്ടി കയറാൻ പറഞ്ഞു. എന്നെയും കൊണ്ട് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തൊക്കെ പോയിട്ട് ആ മനുഷ്യൻ ഒരു ഹോട്ടലിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് 3-4 പൊതി വാങ്ങി. എന്നിട്ട് ഒരു സ്റ്റോറിൽ പോയി അരിയും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ആ മനുഷ്യൻ എന്നെയും കൊണ്ട് വീട്ടിൽ വന്നു. ഞാനിത് ആർക്കാണെന്ന് ഞാൻ അറിയുന്നു. വീട്ടിൽ കൊണ്ട് തന്നിട്ട് പറയുകയാണ്, ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ. ഏലിയാവിനെ പോറ്റിയ ദൈവം ഫ്രൂട്ട്സും അതും ഒക്കെ എന്റെ വീട് എത്ര എത്ര ശൂന്യമായ വീടിനകത്ത് എല്ലാം കൊണ്ട് തന്നപ്പോൾ എന്റെ മനസ്സ് വളരെ സന്തോഷിച്ചു. കുഞ്ഞുങ്ങൾക്ക് സന്തോഷമായി, അവർ അത് ഭക്ഷിച്ചു. പിറ്റേന്ന് മുതല് ജീവിതത്തിനൊരു മാറ്റം വരുമെന്നൊരു ശുഭപ്രതീക്ഷ എന്റെ ജീവിതത്തിൽ ഉണ്ടായി. അപ്പൊ കൊച്ചു മോന്, അവനന്ന് 4 വയസ്സാവും, കാലങ്ങൾ മാറി. കൊച്ചു മോൻ വീട്ടിന്റെ മുമ്പിൽ മുറ്റത്ത് നിന്ന് ഞാൻ വീട്ടിനകത്ത് ഇരിക്കുക. വീട്ടിൽ നിന്ന് വെളിയിറങ്ങാതിരിക്കുമ്പോൾ ഈ കൊച്ചുമകൻ പാടുകയാണ്, ദൈവം വഴി തുറക്കും. ദൈവം, അവൻ പോയ ചർച്ചിൽ പോയപ്പോൾ അവൻ കേട്ടതാ, തിരുത്തുന്നില്ല നാവ്, എങ്കിലും അവൻ പാടുകയാണ്, വഴി തുറന്നിടും, ദൈവം വഴി തുറന്നിടും, എൻ ദുഃഖത്തിൽ എൻ ഭാരത്തിൽ ആശയത്തെ വേലയിൽ വഴി അടയുമ്പോൾ ദൈവം പ്രവർത്തിക്കും. അപ്പൊ വഴി തുറന്നിടും. അപ്പൊ ഞാന് ബൈബിളിനോട് പറഞ്ഞ അങ്കിടന്ന് ഉച്ചത്തിൽ കിടന്ന് പാടുന്ന അയൽക്കാർ കേൾക്കും. അവനോട് പതുക്കെ പതുക്കെ പാടാം. ഇവള് പറയുമ്പോൾ ഇവൻ ഉച്ച കൂട്ടുകയാണ്. പക്ഷേ പിന്നെ മനസ്സിലായി, എന്നോട് ദൈവം ഇടപെടുകയാണ്, എന്നോട് ദൈവം സംസാരിക്കുകയാണ്. വഴി തുറന്നിടും, യേശു വഴി തുറന്നിടും. അതെ, ആ 12 വഴിയുള്ള 4 വഴിയെ പാടത്തുള്ളൂ. എൻ ദുഃഖത്തിൽ എൻ ഭാരത്തിൽ ആശയത്തെ വേളയിൽ വഴി അടയുമ്പോൾ ദൈവകരം പ്രവർത്തിക്കും. നൽകിടും യേശു ആശ്വാസം വൻകരത്തിൽ, ദൈവശക്തിയോ യേശു തന്റെ ആത്മനാഥനെന്നും കൈവിടില്ല, ഒരു നാളും കൈവിടുകയില്ലെന്ന് കൊച്ചുമകൻ 4 വഴി പാടും. പക്ഷെ ഞാനത് ഏറ്റെടുത്തു. ദൈവം വഴി തുറക്കുന്ന ഒരു ദൈവം നമ്മുടെ മുമ്പിലുണ്ട്. എന്റെ ദുഃഖവേളയിൽ, എന്റെ കണ്ണീരിൽ, എന്റെ നിരാശയിൽ ഞാൻ ചെയ്തു പോയ പാപം, അന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ ഒന്നുകൂടി മുട്ടുമടക്കി വിളിച്ചു, ദൈവമേ, ഞാൻ ദൈവത്തോടും മനുഷ്യരോടും പാപം ചെയ്തു പോകും, എന്നോട് വീണ്ടും ക്ഷമിക്കണമേ,
എന്നോട് കരുണ തോന്നണമേ, എന്നോട് ദയ തോന്നണമേ. ഞാൻ നിലവിളിച്ചു പ്രാർത്ഥിച്ചു. ഈ കൊച്ചുമകന്റെ പാട്ട് ഒരു വഴിത്തിരിവാൻ, ജീവിതത്തിൽ വേറൊരു ടേണിംഗ് പോയിന്റ് ആയി. പിറ്റേന്ന് രാവിലെ എന്റെ വീട്ടിനകത്ത് ഒരു അത്ഭുതം നടക്കുക. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 3 മക്കളാണ്. എനിക്ക് 2 മക്കളാണ്. മൂന്നാമത്തത് ഞാൻ എടുത്തു വളർത്തുന്ന മകൾ. ഞങ്ങളുടെ എന്റെ സഹോദരന്റെ വൈഫിന്റെ സഹോദരന്റെ മകളാണ് മൂത്തവ. അമ്മ ഒരു എന്റെ അപേക്ഷ. 1 വയസ്സാകുമ്പോൾ തന്നെ എന്റെ വീട്ടിലെ അവളെ വിവാഹം കഴിച്ച് കൊണ്ടുപോകുന്നത്, പ്രസവമൊക്കെ ഞങ്ങളുടെ വീട്ടിലാണ് എടുത്തത്. ഞങ്ങളുടെ വീട്ടിലെ പ്രസവം, കാരണം അമ്മ ഇല്ല, അവൾക്ക് അച്ഛനില്ല. പക്ഷെ മാനസികമായി ഞങ്ങൾ അറിയുന്നു. പ്രസവത്തോടുകൂടി അത് കൂടി. ഈ കൊച്ചിനെ അവർക്ക് കണ്ടുകൂടാ, പാല് കൊടുക്കത്തില്ല, കൊച്ചിനെ അടുത്ത് കിടത്തത്തില്ല. ഭർത്താവ് കൊച്ചിന്റെ അച്ഛൻ അടുത്ത് ചെല്ലുമ്പോ അപരാധം പറയും, നിന്റെ പെണ്ണാട്ടിയാണ്, നിന്റെ ഭാര്യയാണ്, നീ അതിനെ കാണാനാണ് നീ ആത്തു കയറുന്നതെന്ന് പറഞ്ഞു ഇവനെ ഉപദ്രവിക്കും, ഈ കുഞ്ഞിനെ ഉപദ്രവിക്കും, ഭയങ്കരമായി ഉപദ്രവിക്കും. അപ്പൊ ഇവിടെ ആ കുഞ്ഞിനെ എടുത്ത് പാലുണ്ട്, പാല് കൊടുക്കും. കുപ്പിപ്പാല് ഉണ്ടായവര് കൊടുത്താൽ ഇവിടെ വളർത്തുന്നു എന്റെ വൈഫ്. അവസാനം ഇവിടെ വീട്ടില് ഒരു പുതിയ 1 വയസ്സാകാറായപ്പോ ഭയങ്കര നിലവിളിയാ. വീട്ടില് ഭയങ്കരമായിട്ട് വിളിക്കും. ഒരു കാര്യമില്ലെങ്കിൽ കിടന്ന് നിലവിളി. ആൾക്കാർ റോഡ് സൈഡിലാണ്, ആൾക്കാരൊക്കെ ചോദിക്കും എന്ത് പറ്റി. അവസാനം ഞങ്ങൾക്ക് അതൊരു വലിയ ക്ഷീണമായി മാറി. ഒരു ഭാവമാണ്. കാരണം എന്തിനാ ഇങ്ങനെ ഞാൻ അപമാനം വെക്കുന്നത്? ഞാൻ വൈകിട്ട് പറഞ്ഞ് പെട്ടെന്ന് എന്റെ സഹോദരൻ പറയാൻ കൊണ്ട് വീട്ടിൽ പൊയ്ക്കോളാൻ പറഞ്ഞു. വീടുണ്ടല്ലോ, എനിക്ക് ഈ അപമാനം സഹിച്ചിട്ട് പറ്റത്തില്ല. അത് കുഞ്ഞിനെ എങ്ങനെ കൊടുത്തായിരിക്കും? കുഞ്ഞിനെ കൊടുത്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുഞ്ഞിനെ കൊടുത്തോട്ട് നമുക്കിപ്പോ നോക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കുഞ്ഞിനെ വിടാൻ പറഞ്ഞു. അങ്ങനെ അവള് പറഞ്ഞു, നീ ഇവിടെ കൊണ്ട് എന്റെ ഭാര്യ വീട്ടിൽ പോയിക്കോ, ഇവിടെ പറ്റത്തില്ല. വീടുണ്ട് നേമത്ത്. മനസ്സിലാതെ 1 മാസം കഴിഞ്ഞപ്പോ വീട്ടിൽ നിന്ന് കുഞ്ഞുമായിട്ട് പോയി. 6 മാസം വരെ ഒരു വിവരവുമില്ല. 6 മാസം കഴിഞ്ഞപ്പോ എന്റെ വൈഫ് പോയി നോക്കി. ഈ കുഞ്ഞ് ചൊറിയും പിടിച്ച് കുളിക്കാതെ, നേരെ ആഹാരമില്ലാതെ, പാല് കൊടുക്കൽ, അപ്പം കൊടുക്കണ ഒഴിച്ചു കൊടുക്കുക കാണാൻ പാടില്ല. അങ്ങനെ ഒത്തിരി വേദന അനുഭവിച്ചു. ഇവിടെ വന്ന് ഭാര്യ കാര്യം കൊണ്ട് പറഞ്ഞു, ആ കുഞ്ഞിനെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ എടുത്തോണ്ട് വരുമായിരുന്നു, പക്ഷെ എന്ത് ചേട്ടൻ എന്ത് പറയുന്ന എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യാം, ഈ കുഞ്ഞുങ്ങളുണ്ടല്ലോ, നമുക്ക് അതിനെ എങ്ങനെ കൊണ്ട് നോക്കാൻ പറ്റും. 2 ആഴ്ച കഴിഞ്ഞപ്പോ ഈ കുഞ്ഞുമായിട്ട് ഈ എന്റെ സഹോദരൻ വഴി കണ്ടപ്പോൾ എന്റെ ഹൃദയം തകർത്തു. ജല പിടിച്ച് കുളിക്കാതെയും വൃത്തിയില്ലാതെയും വേദനയോടെ കൊണ്ടുവന്ന കുഞ്ഞിനെ കണ്ടിട്ട് ഹൃദയം തകർത്തു. ഞാൻ പറഞ്ഞു, ഇനി ഇവിടെ നിർത്തിക്കൊണ്ടു. അങ്ങനെ ഞാൻ അവളെ നിർത്തി. ഞാൻ അവളെ പഠിപ്പിച്ചു. എന്റെ മക്കളിൽ ഒന്നായി 3 മക്കളായിട്ട് അവളെ പഠിപ്പിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞു. എന്റെ മോളെ BSc നേഴ്സിംഗ് വിട്ടു, മകനെ എഞ്ചിനീയറിംഗ് വിട്ടു. അപ്പൊ ഇവിടെ 10ാം ക്ലാസ് എല്ലാ വിഷയത്തിനും A+ പാസ്സായി. അപ്പൊ ഞാൻ എന്റെ കഷ്ടതയുടെ സമയം അവളെ പഠിപ്പിക്കാൻ, മുന്നോട്ട് പഠിപ്പിക്കാൻ എനിക്ക് നിവർത്തിയില്ല. +2 ചേർന്നു. +2 ട്യൂഷന് വേണം. 2 മാസം കഴിഞ്ഞ് ഫീസ് കൊടുക്കാനില്ല. അപ്പൊ അവള് തന്നെ സ്വയം നിർത്തി. അച്ഛൻ ഞാൻ സ്വയം പഠിച്ചോളാം എന്ന് പറഞ്ഞു. +2 കഴിഞ്ഞു. +2 കഴിഞ്ഞപ്പോൾ നീറ്റ് എഴുതണമെന്ന് പറഞ്ഞു. ആ നീറ്റില് അവൾക്ക് ആദ്യം കിട്ടിയില്ല. 1 വർഷം കൂടി എഴുതണമെന്ന് പറഞ്ഞു. ട്യൂഷൻ കൊടുക്കാൻ ഒരു സാറിനെ കണ്ടുപിടിച്ച് ട്യൂഷൻ ഏർപ്പെടുത്തി. പുള്ളി ഫ്രീ ആയിട്ട് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 6 മാസം കഴിഞ്ഞപ്പോ ആ സാറൊന്ന് മാറി. പിന്നെ വന്നയാള് ഫീസ് കൊടുക്കണമെന്ന് പറഞ്ഞു. അവിടെ വെച്ച് നിർത്തി. 2ാമത് റിപ്പീറ്റ് ചെയ്തു, കിട്ടിയില്ല. അപ്പൊ അങ്ങനെ വേദന കൊണ്ട് നിറഞ്ഞു. കുഞ്ഞിനെ എന്ത് ചെയ്യും, ആകെ എന്ത് ചെയ്യും? എന്റെ 2 മക്കളെ നന്നായി പഠിപ്പിച്ചു. അത് ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിച്ചു. ഇതിനെ ഞാൻ പഠിപ്പിച്ചില്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും? അത് അവന്റെ മോളല്ലാത്തത് കൊണ്ടല്ലേ അതിന് വിദ്യാഭ്യാസം കൊടുക്കാത്തത്, അതിനെ കരുതാത്തതെന്ന് ചിന്തിക്ക്. ഞാൻ ദൈവത്തോട് നിലവിളിച്ചു, കരയാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ കൊച്ചുമോന്റെ പാട്ട്. ഒരു ദിവസം രാവിലെ വീട്ടിൽ 2 സഹോദരിമാർ വരികയാണ്.
ഇവിടെ പഠിക്കുന്ന ഞാനില്ല, പഠിക്കുന്നവരാരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഉണ്ട്, എന്റെ ഇളയ മോളുണ്ട്. എന്ത് പഠിക്കുന്നത്? +2 കഴിഞ്ഞു. പിന്നെ എന്ത് പഠിക്കുന്നത്? പിന്നെ ഒന്നും പോയില്ല. നേഴ്സിംഗിൽ അയക്കാന്ന് പറഞ്ഞു അഡ്മിഷൻ കിട്ടി. 1,00,000 രൂപ ഡൊണേഷൻ കൊടുക്കാനില്ലാത്തത് കൊണ്ട് അവിടെ അത് ക്യാൻസലായി. ഇപ്പൊ വീട്ടിൽ നിൽക്കുകയാണ്. അവള് ഇനി ഒന്നും പഠിക്കുന്നില്ലെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. കാരണം മുമ്പോട്ട് പോകാൻ കഴിയാത്തത്. ഒരു പറഞ്ഞു കാണാൻ പറ്റുമോ മോളെന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു കിടക്കുകയാണെന്ന് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിളിച്ചത് കണ്ടിട്ട് പറഞ്ഞു ഞങ്ങൾ 2 ആഴ്ച കഴിഞ്ഞ് വരാം. 2 ആഴ്ച കഴിഞ്ഞ് അവര് വരികയാണ്. ഒരു അമേരിക്കയിൽ ഒരു സഹോദരി, 2 അനിയത്തി ചേട്ടത്തി, ഒരാൾ അമേരിക്കയിലാണ്, ഒരു ഫാമിലി ആയിട്ട്. അപ്പൊ നാട്ടിൽ വന്ന് 3 പ്രാവശ്യം അവർക്ക് എയർപോർട്ടിൽ ടിക്കറ്റ് ഓക്കെയായി. എയർപോർട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ ഇമിഗ്രേഷൻ ക്ലിയർ അല്ലെന്ന് പറഞ്ഞ് 3 പ്രാവശ്യവും അത് ക്യാൻസലാക്കി. അവർക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അവരുടെ ഹൃദയത്തിൽ തോന്നി ദൈവാത്മാവ്, അവർക്ക് കത്തോലിക്ക, ആ സഹോദരി കത്തോലിക്ക, അവര് വിശ്വാസത്തിൽ ഇന്ന് വിശ്വാസത്തിൽ വന്നവരാണ്. ആ സഹോദര ഹൃദയത്തിൽ തോന്നി ഒരു കുട്ടിയെ അവർക്ക് പഠിപ്പിക്കാം. അങ്ങനെ അവര് ഹൃദയത്തിൽ തോന്നി ദൈവം ദൂതന്മാരെ യേശു ജനിച്ചിടത്ത് രാജാക്കന്മാരെ വിദ്വാൻമാരെ കൊണ്ടുവന്നതുപോലെ എന്റെ ഭവനത്തിലാണ് ഇവരെ കൊണ്ടുവന്നത്. അവർ പറഞ്ഞു ഞങ്ങൾ എങ്ങനെ വന്നെന്ന് ഞങ്ങൾക്ക് അറിയില്ല, പക്ഷെ വഴി ദൈവം പറഞ്ഞു ഞങ്ങൾ ഇവിടെ വന്നു. 2 ആഴ്ച കഴിഞ്ഞ് വന്നു. നമുക്ക് എന്ത് പഠിക്കണമെന്ന് കൊണ്ടുവന്ന് നമുക്ക് മൈക്രോബയോളജി പഠിക്കണം. ഇവിടെ വിടും ആ കോഴ്സ് ഇല്ല. കോട്ടയത്ത് ചങ്ങനാശ്ശേരി കങ്ങഴ എന്ന് പറയുന്ന FG കോളേജിലുണ്ട്. ഞാൻ നോക്കിയപ്പോ അവിടെ അഡ്മിഷൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ പഠിക്കും. അവര് തന്നെ നമുക്ക് അവിടെ വീട്ടിൽ നിന്ന് ഓൺലൈനിലെ ആപ്ലിക്കേഷൻ എല്ലാം ഫില്ല് ചെയ്ത് പൈസ അവർ 1 വർഷത്തെ ഫീസ് മൊത്തം അവരടച്ച്, ഹോസ്റ്റൽ ഫീസും ബസ് ഫീസും ട്യൂഷൻ ഫീസും എല്ലാം അവരടച്ചിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ നീ പ്രാർത്ഥിക്കുമോളെ, ഞങ്ങൾക്ക് അടുത്ത മാസം പോകണം, തടസ്സങ്ങളെ മാറെ നീ പ്രാർത്ഥിക്കുന്നത്. അവരങ്ങനെ മോളെ പഠനം അവർ ഏറ്റെടുത്തു. അങ്ങനെ ഇന്നവിടെ PSC നഴ്സിംഗ്, PSC കഴിഞ്ഞ് മൈക്രോബയോളജി അവർ തന്നെ വീട്ടിൽ MSc പഠിപ്പിച്ചു. മൈക്രോബയോളജി ഇവിടെ വയനാട് FG അവിടെയും ക്രിസ്ത്യൻ കോളേജിൽ തന്നെ അവർ പഠിപ്പിച്ചു. ഇപ്പോൾ ഇന്റേൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് കോട്ടയത്ത് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ ആ വഴി തുറന്നില്ലെന്നുള്ള ആ കൊച്ചു മോനെ എന്റെ ജീവിതത്തിൽ ഒരു ദൈവ ശബ്ദമായി ആ കൊച്ചു നാവിൽ നിന്ന് പാടിയ പാട്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ മക്കളെ, ക്രിസ്തുവിനെ അറിഞ്ഞ 2 തരത്തിൽ കഷ്ടം. ഒന്ന്, നാം ദൈവത്തിൽ നിന്ന് അകന്നുപോയാൽ, ദൈവം വിളിച്ച വിളിയും തെരഞ്ഞെടുപ്പും തിരിച്ചറിയാതെ പോയാൽ നാം കഷ്ടത്തിലാണ്. ദൈവം സ്നേഹിക്കുന്നവർക്കും കഷ്ടം. കാരണം ദൈവത്തിന് കൊള്ളാവുന്നവനാൽ ഒന്നുകൂടെ ഒന്ന് പണിതെടുത്ത് അവനെ ഒന്ന് പൊന്നുപോലെ ആക്കി തീർക്കുവാൻ ദൈവം കഷ്ടത തരും. ഒന്ന്, ദൈവത്തിൽ നിന്ന് അകന്നുപോയി നീ ദൈവത്തിന് കൊള്ളാവുന്നവനാണെന്ന് കണ്ടിട്ടും ദൈവം പല പ്രാവശ്യം വാങ്ങി തന്നിട്ടും നീ ദൈവത്തെ തള്ളിക്കളഞ്ഞു പോയതുകൊണ്ട് നീ ജീവിതത്തിൽ പിന്നെ ഒരു മടങ്ങി വരുന്നതിനെ കൊണ്ടെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നീ വരാതിരുന്നാൽ അതിനേക്കാളും അപ്പുറം നീ ചെന്നെത്തുന്നത് നിലയില്ലാ കയത്തിലെന്ന പോലെയായി. എന്നാൽ ദൈവം സ്നേഹിക്കുന്നവർക്ക് വരുന്ന കഷ്ടം അവനെ പണിതെടുത്ത് ദൈവത്തിന് കൊള്ളാവുന്നവനാക്കുവാനാണ്. അതുകൊണ്ട് നമ്മെ വേലി കെട്ടി സൂക്ഷിച്ചാലും ദൈവം വേലി പൊളിക്കുവാൻ ദൈവം അനുമതി കൊടുക്കും. കാരണം ദൈവത്തെ തള്ളിക്കളഞ്ഞ് എന്റെ ഭാര്യ പലപ്പോഴും തള്ളിപ്പറഞ്ഞു. അപ്പോൾ ഞാൻ പറയും ഒരു കൊട്ടിയെ പോലെ നീ പറയും. സംഭവത്ത് വന്നപ്പോൾ നമ്മൾ അനുഭവിച്ചു. നമ്മൾ വരുമ്പോൾ നമ്മൾ മാത്രം സന്തോഷിച്ചപ്പോൾ കഷ്ടതയിൽ നമ്മൾ സന്തോഷിക്കണം. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്, എപ്പോഴും സന്തോഷിക്കും, എപ്പോഴും സന്തോഷിക്കും. എന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമായി മാറി. എന്റെ തലമുറകളെ ദൈവം മാനിച്ചു, തലമുറകളെ അനുഗ്രഹിച്ചു. അവർ ദൈവത്തിന് പ്രയോജനമുള്ളവരായി, അവർ ദൈവനാമത്തിന് എവിടെയായാലും അവർ യേശുവിന്റെ സാക്ഷികളാകുവാൻ, അവർ എപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ ഇതൊരു കാരണമായി.
തന്റെ ദാസിയുടെ വിശ്വാസം ഒന്നുകൂടി വർദ്ധിപ്പിച്ചു. അവളും കർത്താവിന് പ്രയോജനമുള്ളവളായി, അവളും പലയിടത്ത് സുവിശേഷം പറയുന്നവളായി, കർത്താവിന് പ്രിയമകളായി തീരുവാൻ എന്റെ ഭാര്യയ്ക്ക് കാരണമായി തീർന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായത്തിൽ അത് വായിക്കുമ്പോൾ കർത്താവിനെ അറിയാൻ വേണ്ടി വരുന്നവരും അറിഞ്ഞവരും തമ്മിലും ഉള്ള ഒരു സംവാദം അവിടെ നടക്കുക. കർത്താവിനെ അറിഞ്ഞവരും അറിയാൻ വേണ്ടി വരുന്നവരും തമ്മിൽ അഗ്രചർമ്മത്തെ എന്ന വിഷയത്തെ കുറിച്ച് ക്രിസ്ത്യാനിയാകണം എങ്കിൽ ഈ നിയമം പാലിക്കണമെന്ന് പറഞ്ഞ് 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തർക്കങ്ങൾ നടക്കുമ്പോൾ യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. യാക്കോബ് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ അതിന്റെ അനന്തരം യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, അനന്തരം 16-ാം വാക്യം, അനന്തരം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിന്റെ ശൂന്യ ശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തിക്കും. യാക്കോബ് പറയുക, അപ്പോസ്തലന്മാരുടെ നടുവിൽ യേശുവിനെ സ്വീകരിക്കുവാൻ വന്നവരോട്, വീണുപോയവരോട്, അല്ലെങ്കിൽ യേശുവിനെ കൈക്കൊള്ളേണ്ടവരോട് നിവർപ്പും ധൈര്യമുള്ളവരാകേണ്ടതിന് ഇവിടെ പറയുകയാണ്, അനന്തരം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിന്റെ ശൂന്യ ശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തിക്കും. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് വീണുപോയവരെ നിവർത്തുന്ന ഒരു ദൈവം, തകർന്നു പോയവരെ കൈപിടിച്ചുയർത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് കഷ്ടതയുണ്ട് ജീവിതത്തിൽ. ക്രിസ്ത്യാനിക്ക് കഷ്ടതയില്ല, ക്രിസ്തുവിലുള്ളവർക്ക് എന്നും കഷ്ടത. ആ കഷ്ടതയുടെ നടുവിൽ ജയാളിയാകുന്നവരെയാണ് ജീവകിരീടം തന്ന് ജീവപുസ്തകത്തിൽ പേരുള്ളവനാക്കി തീർത്ത് നിത്യഭാവനത്തിന് അവകാശിയാക്കി തീർത്ത്. അപ്പൊ കഷ്ടത വരുമ്പോൾ നമ്മൾ ആരും കുരുങ്ങി പോകും. തിരിച്ചറിയണം, ഇത് ഞാൻ വരുത്തിയ കഷ്ടം. ഞാൻ സുവിശേഷം പറയും, ചോദിക്കുന്ന ചോദ്യമില്ല, എനിക്ക് ഇത്ര ലക്ഷം കടമുണ്ട്, ഇത്ര ഭാരമുണ്ട്, സുവിശേഷം എന്റെ മോള് ഇത് നിങ്ങളായിട്ട് വരുത്തിയതാണോ, അതോ ഇത് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം വരുത്തിയതാണോ, അതോ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചതാണ് നിങ്ങളറിയാതെ? അപ്പൊ അവര് പറയും, പലരും പറയുന്നത് ഞാനായിട്ടുണ്ടാക്കിയ കടമാണ്, ഞാനുണ്ടാക്കിയ കഷ്ടതയാണ്. അപ്പൊ ഞാനും എന്റെ ജീവിതത്തിൽ ഞാനായിട്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ഞാന് ജാതികളുമായി ചേർന്ന് ദൈവഹിതമല്ലാത്ത പ്രവൃത്തിയിലേക്ക് കടന്നപ്പോൾ എന്റെ ജീവിതത്തിൽ വേലി പൊളിക്കുവാൻ പിശാച് ദൈവം അനുമതി കൊടുത്ത ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, ദൈവം അന്ന് എന്റെ വേലി പൊളിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിത്യ നരകത്തിന് അവകാശിയായി തീരും. നിത്യ നരകത്തിന് ഞാൻ യോഗ്യനായി, ഞാൻ നരകവേദന അനുഭവിച്ച്, ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവനാമം ദുഷിക്കപ്പെട്ടവനായി പാതാളത്തിൽ നരകത്തിൽ വീണുപോകുമായി. ആ കർത്താവ് എന്നെ സ്നേഹിച്ചു, കഷ്ടതയുടെ നടുവിലും നിലവിളിച്ചു, പ്രാർത്ഥന പഠിച്ചു, കൂടുതൽ ശക്തി പ്രാപിച്ചു. ക്രിസ്തുവിനെ അത്രയധികം ഉയർത്തുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി എനിക്ക് ദൈവം തരുവാനിടയായി. ആ കാലഘട്ടത്തിലാണ് പഴയ ആ വിശ്വാസത്തിൽ വിശ്വാസത്തിൽ വരുമ്പോഴാണ് തീഷ്ണതയോടെ ആ ഷൈന സാക്ഷ്യം പറഞ്ഞു. മഞ്ജു അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് ഒത്തിരി പേരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് യേശുവിനെ പ്രസന്റ് ചെയ്തു. ഞാൻ പാപത്തിൽ വീണപ്പോൾ കൈത്താങ്ങാൻ ആരുമില്ല, എല്ലാവരും സ്നേഹിച്ചവരും നന്മ പ്രാപിച്ചവരും എന്റെ കയ്യിൽ വാങ്ങി എല്ലാവരും തള്ളിപ്പറഞ്ഞു. പക്ഷെ യേശു എന്നെ തള്ളിക്കളഞ്ഞു. ഞാൻ യേശുവിനെയും തള്ളിക്കളഞ്ഞില്ല, യേശുവിനെ ഞാൻ മുറുകെ പിടിച്ചു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എന്റെ മക്കൾ പ്രാർത്ഥന പഠിച്ചു. അവൾ പ്രാർത്ഥിക്കുവാൻ കാരണം അപ്പന്റെ കടലില്ല, അപ്പന്റെ നിലവില്ല. അതെ, ഇന്നും അവർ കാണുന്നത് ഞാൻ ഇന്നും അതിനും കുറവ് വന്നിട്ടില്ല, പക്ഷെ എന്റെ ദൈവം എത്ര വലിയ, എത്ര ഭയങ്കര. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ തോന്നാത്ത വിധം ദൈവം എന്നെ അനുഗ്രഹിച്ചു. എന്റെ 2 മക്കള് പെൺപിള്ളേരാ.
മൂത്തവനെ അയക്കുന്നത് ക്രിസ്ത്യാനിയായപ്പോ എന്നോട് പലരും ചോദിച്ചു, നിന്റെ മകളെ നീ ആരെടുത്ത് അയക്കും? നിന്റെ മകളെ നീ ആരെടുത്ത് അയക്കും? ഒരു ഈഴവന്റെ ഒരു സമുദായത്തിൽ നിനക്ക് ആരെ കിട്ടും? അപ്പൊ ഞാൻ പറഞ്ഞ മറുപടി, ക്രിസ്തുവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ടുവന്ന ഏത് ജാതിയായാലും അവരുടെ കൂടെ എന്റെ മകളെ ഞാൻ അയക്കും എന്ന് ഞാൻ അന്ന് ഉറപ്പ് പറഞ്ഞു. പക്ഷെ ദൈവം തള്ളിക്കളഞ്ഞില്ല. ഈ സമുദായത്തിൽ തന്നെ ക്രിസ്തുവിനെ അറിഞ്ഞ ഒരു കുടുംബം, മകനും അങ്ങനെ തന്നെ വിവാഹത്തിന് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് മകന് ഒരു മകളെ ലഭിക്കുവാനിടയായി. അവരും പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം, അവരും സത്യത്തിൽ ആത്മാവിലായ ഇതിൽ പല ഒരു ഭാഗ്യം ദൈവം തരാനുണ്ടോ? ഇതിൽ പല ഒരു ഭാഗ്യം ഇനി എന്താ തരാനുള്ളത്? അപ്പൊ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, കഴിഞ്ഞ ദിവസം ഞാനൊരു സുവിശേഷം ഒരു മുസ്ലിം കുടുംബത്തിൽ അവർ പറഞ്ഞ എനിക്കൊരു മകളുണ്ട്, ഞാൻ ആരെടുത്ത് അയക്കും? അപ്പൊ അയൽക്കാരത്ത് പോയാലും പ്രശ്നം, പക്ഷെ എനിക്കും എന്റെ സഹോദരന്മാർക്കും എന്റെ കുടുംബക്കാർക്കും ഞാൻ തന്നെ ആയിപ്പോയി. അപ്പൊ ഞാൻ എന്റെ മകളുടെ കാര്യം പറഞ്ഞു, നീ വിശ്വസിക്ക്, ഈ സമുദായത്തിൽ നിന്ന് തന്നെ ക്രിസ്തുവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ടവൻ വരും. യേശുവിനെ ദൈവമായി സ്വീകരിച്ച് അംഗീകരിച്ച് യേശുവിനെ കൈക്കൊണ്ട ഒരുവൻ തന്നെ മകൾക്ക് ദൈവം ഒരുക്കും. നിങ്ങളുടെ സമുദായത്തിൽ നിന്ന് നിങ്ങൾക്ക് ദൈവം ഒരുക്കും. അതങ്ങനെ നമ്മുടെ സമുദായത്തിൽ ആൾക്കാർ വരൂ ഉണ്ടോ? ഇപ്പൊ നമ്മൾ എത്ര എത്ര കുടുംബങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, എത്ര പേര് വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മകൾ വിശ്വസിക്ക്, നിങ്ങൾക്ക് വേണ്ടി ദൈവം നിങ്ങളുടെ സമുദായത്തിൽ നിന്ന് തന്നെ ഒരുവനെ ദൈവം ഒരുക്കും. അതുകൊണ്ട് ഭയപ്പെടില്ല. അങ്ങനെ സുവിശേഷത്തിന് വേണ്ടി തൽപരരായി ഇപ്പൊ 4 ടീമുകൾ പ്രവർത്തിക്കുന്നുണ്ട് സുവിശേഷ വേലയുമായിട്ട്. എനിക്ക് ദൈവം സുവിശേഷ വേല ചെയ്യാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ ഹൃദയത്തിൽ ഭാരം, ഞാൻ മറ്റു ടീമുകളോട് പോകും. എനിക്ക് വാഹനമില്ല. അപ്പൊ ഇവരൊക്കെ പലയിടം നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് കൃത്യസമയത്ത് എത്തിച്ചേരാൻ പറ്റത്തില്ല. എന്നെ ഞാൻ താമസിക്കുകയാണെങ്കിൽ ഇവർ റൂട്ട് അങ്ങ് പോകും. പലപ്പോഴും ഞാൻ പോയി മടങ്ങി വന്നിട്ടുണ്ട്. കാരണം ഇവരുടെ കൂടെ എത്തപ്പെടാൻ എനിക്ക് കഴിയത്തില്ല. അങ്ങനെ ഞാൻ വളരെയധികം വേദനിച്ചു. ഇപ്പൊ പിന്നെ വേറെ ടീമുകൾ ദൈവം ഒരുക്കി തന്നു. സ്വന്തമായി വണ്ടിയുള്ള ടീമുണ്ട്. ഞങ്ങൾ ഒരിടത്ത് കൂടി 10-30 പേരോളം പേരുണ്ട്. എല്ലാ വ്യാഴാഴ്ചയും പരിശീലനത്തിൽ. അത് കഴിഞ്ഞ് വേറെ ഒരു കലയത്ത് പ്രവർത്തിക്കുന്ന ഒരു ടീമുണ്ട്. എല്ലാ മാസത്തിലും അവർ എന്നെ വന്ന് കൊണ്ടുപോകും. പിന്നെ എന്നെ ഒരു മകൻ എല്ലാ മീറ്റിങ്ങിനും അമ്മ വന്നാണ് എന്നെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് സ്വന്തമായിട്ടൊരു ഫോണ്, അത് നല്ല ശബ്ദമുണ്ട്, ഒരു മാസം സംഭാവന ചെയ്തതാണ്. ഞാൻ കൊണ്ടുവന്നത് പ്രവർത്തിച്ചപ്പോൾ ബാറ്ററിയാണ് 10-400 ബാറ്ററിക്ക് ഒരു ദിവസത്തേക്ക്. അത് എന്നെ കൊണ്ട് താങ്ങില്ല എന്ന് കണ്ട് ഞാനത് മാറ്റിവെച്ചപ്പോ ഒരു ദേവദാസൻ ഇത് ബാറ്ററി ചാർജിങ് ബാറ്ററി വെച്ച് സെറ്റ് ചെയ്ത് തരുമെന്ന് കേട്ടു. അങ്ങനെ കൊണ്ട് കൊടുത്തു. 3000 രൂപ ചെലവായി. ആ ബാറ്ററി ഇട്ട് തന്നു, ചാർജ് ചെയ്താൽ മതി, സുവിശേഷം പറയുക. അങ്ങനെ ഞങ്ങളിപ്പോ കർത്താവിന്റെ വേലയിൽ വ്യാപകരായിരിക്കുക. എനിക്ക് ദൈവം ശുശ്രൂഷകളെ തരുന്നുണ്ട്. ചോദിച്ച ഒരിടവും എത്രയോ ദൈവദാസന്മാരെ എനിക്ക് പരിഗണന. 2 പ്രാവശ്യം വടക്കേ ഇന്ത്യ മൊത്തവും സുവിശേഷമായി കടന്നു. ഒരു മാസം കേരളം മൊത്തം ചുറ്റി സഞ്ചരിച്ചു. എല്ലാ വർഷവും 3 വർഷം അങ്ങനെ കേരളം മൊത്തവും പോയി സുവിശേഷം അറിയിക്കുവാനിടയായി. പിന്നെ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ജില്ലകളിലും മാറി മാറി സുവിശേഷം അറിയിക്കുന്നുണ്ട്. അനേകരെ രക്ഷിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്നൊരു പരാതിയുള്ളത്, പരിഭവമുള്ളത്, ആരും അവരെ കൈക്കൊള്ളുവാനായിരിക്കില്ല. ഞങ്ങൾ പോകുന്ന ദേശത്ത് ഒരു ദൈവദാസന്മാരെ കണ്ടാൽ അവർ നമ്മളെ കണ്ടാൽ കാണാത്തതുപോലെ പോകും. അവർ വിചാരിക്കും നമ്മൾ അവിടെ പോയി ആത്മാക്കളെ നമ്മൾ നേടാൻ പോകും. എന്നാൽ ഞാൻ പലപ്പോഴും ദൈവദാസന്മാരെ കാണുമ്പോൾ പറയും, നിനക്ക് ദൈവദാസനാണോ? അതെ, ഞങ്ങളിവിടെ പരസ്യമായിട്ട് വന്ന് നിങ്ങൾ കണ്ടു. നിങ്ങൾക്ക് ഒന്നും ചെയ്യില്ല, പക്ഷെ നിങ്ങൾ ഞങ്ങളെ കൂടെ നിങ്ങൾ ദേശക്കാരനാണെന്ന് നിങ്ങളൊന്ന് അറിയിച്ചാൽ മതി. ഞങ്ങൾ നേടുന്നത് നിങ്ങൾക്ക് തരാനാ, ഞങ്ങൾ കൊണ്ടുപോകാനല്ല. അങ്ങനെ എവിടെ പോയാലും ഏത് ദിവസം ഞങ്ങൾ സുവിശേഷം പോയാലും ഒരു 5 ആത്മാക്കളെങ്കിലും രക്ഷിക്കപ്പെടുവാനായിട്ട് ദൈവം. ചിലപ്പോൾ അതിലധികം. പിന്നെ ഞങ്ങൾ അഡ്രസ് വാങ്ങിക്കും. എല്ലാവരുടെ അഡ്രസ്സും വാങ്ങിച്ചിട്ട് ഞങ്ങൾ അതാത് ദേശത്തുള്ള ദേവദാസന്മാരെ വിളിച്ചു പറയും. എന്നാൽ ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യും. പലരും പറയും അവരാരും പിന്നെ വന്നിട്ടില്ല. ഞങ്ങള് പ്രവർത്തിക്കുന്നതും നമ്മള് വേല ചെയ്യുന്ന പല ഇടങ്ങളിൽ അവിടെ ഉള്ളവർക്കല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ
ശരിയായിട്ടുള്ളവർക്കല്ലേ കൊടുക്കാനും പറ്റത്തുള്ളൂ. ശരിയായിട്ടുള്ളവരെ കൊടുത്തില്ലെങ്കിൽ അത് 2 ആഴ്ച കഴിഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ കടലും കരയും കടന്നു ഇതിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരിക്കുന്നവരെ കണ്ടിട്ട് എവിടെ ഹൃദയ കഠിനമാകുന്നത് കണ്ട് അവരെക്കാളും കഠിന ഹൃദയരായവര് മടങ്ങിപ്പോകും. അതുണ്ടാകരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ആത്മീയ കാഴ്ചപ്പാടുള്ള ആത്മാക്കളെ കുറിച്ചുള്ള എരിവുള്ള ദൈവദാസന്മാർക്കാണ് ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ദൈവം ഒത്തിരി അത്ഭുതങ്ങൾ ജീവിതത്തിൽ ചെയ്തു. ഒത്തിരി രോഗികൾ സൗഖ്യമായിട്ടുണ്ട്. ഒത്തിരി ആലോചനകൾ പലർക്കായിട്ട് ദൈവം തന്നിട്ടുണ്ട്. അതൊക്കെ കൊടുത്തു അതെല്ലാം അതേപോലെ ദൈവം നിവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എൻ്റെ പ്രധാന പ്രാർത്ഥന തലമുറകളാണ്. എൻ്റെ പ്രധാന ദൗത്യം തലമുറകൾ. കാരണം ഇന്നത്തെ കാലത്ത് തലമുറകളാണ് നശിച്ചു. ഇന്ന് കത്തോലിക്കായാലും പെന്തക്കോസ്തായാലും ഏത് ക്രിസ്തീയ വിശ്വാസത്തിലുള്ള തലമുറകൾ തെറ്റിപ്പോകും. സഭയ്ക്കകത്തിരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഞാൻ വെട്ടുകാട് വഴി പോകുമ്പോ കോളേജിന്റെ അപ്പുറത്തൊരു ചർച്ചുണ്ട്. പോകുമ്പോ ഞായറാഴ്ച ദിവസം ഞങ്ങൾ പോവുക. വൈകുന്നേരം ആരാധന പരസ്യത്തിന് പോകുമ്പോ ആ കത്തോലിക്ക ദേവാലയത്തിന്റെ മുമ്പിൽ ഒരു 10-60 ബൈക്ക് മുങ്ങിയിരിക്കുന്നു. ഈ ബൈക്കില് ഈ യൗവനക്കാരെല്ലാം ബൈക്കിൽ കയറി ഇങ്ങനെ മലന്ന് കിടക്കുക. മൊബൈലിൽ അച്ഛനകത്ത് ആരാധന നടക്കുക. എന്റെ ഹൃദയം തകർന്നു. ഞാൻ പറഞ്ഞു ബൈക്ക് നിർത്താൻ പറഞ്ഞു. അവ എന്റെ കൂടെ വന്ന ദേവദാസൻ പറയുമോ വേണ്ട പോരുത്. ഞാൻ പറഞ്ഞില്ല. അകത്ത് ആരാധന നടക്കുന്നു, പുറത്ത് മൊബൈൽ കണ്ടുകൊണ്ട് നടക്കുന്നു. ഞാൻ പറഞ്ഞു ഇല്ല, ഇവിടെ നിർത്താൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചെന്നു. ഞാൻ പറഞ്ഞു മക്കളെ എന്ന് വിളിച്ചു. മക്കളെ എന്നാണ് വിളിച്ചത്. മക്കളെ പെട്ടെന്ന് ബൈക്കിൽ ഒരു മകൻ ചാടി എഴുന്നേറ്റ്. എന്താ മക്കളെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മോൻ എന്തിനാവുന്നേ? ആരാധനയ്ക്ക്. ആരാധന അകത്തല്ലേ മോനെ നടക്കുന്നത്. മോൻ പുറത്തു നിന്നാൽ മൊബൈൽ എങ്ങനെ ആരാധിക്കും? ഞാൻ പറഞ്ഞു മോനെ യേശുവിനെ കുറിച്ച് മോൻ അറിയാം. യേശു ആരെന്നാ ധരിച്ചിരിക്കുന്നത്? അവന്റെ അപ്പനും അമ്മയ്ക്കും വെള്ളവും വലിയും വാങ്ങി തന്നതാണോ യേശു? യേശു മകനെ ഇത്ര ആരോഗ്യത്തോടെ കൊണ്ടുവന്നവനാണോ യേശു? യേശു നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ കാര്യസാധ്യത്തിനാണ് വേണ്ടി അവനെ കാണുന്നത്. അതങ്ങളെ ഞാൻ ഇന്നൊരു കാര്യവും സാധിച്ചിട്ടില്ല യേശുവിനെ വിളിച്ചിട്ട്. എന്റെ അപ്പനും അമ്മയും വിളിച്ചിരിക്കും, പക്ഷെ ഞാനൊരു കാര്യവും സാധിച്ചു. പക്ഷെ മോനെ നീ നന്നാവും. യേശുവിനെ വിളിച്ച് കാര്യത്തിന് വേണ്ടി നീ വിളിച്ചിട്ടില്ലല്ലോ. എന്നാൽ ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നീ കാര്യസാധ്യത്തിന് വേണ്ടിയല്ലേ യേശുവിനെ വിളിക്കേണ്ടത്. യേശു നിന്റെ ഹൃദയത്തിൽ വാഴേണ്ടതിനും യേശു നിന്നിൽ ജീവിക്കേണ്ടതിനും യേശുവിന് നീ പ്രിയവും പ്രയോജനമുള്ളവനായി തീരേണ്ടതിന് യേശു നിന്നെ സ്നേഹിക്കുന്നു. നീ നിന്റെ കാര്യസാധ്യത്തിന് വേണ്ടി നിന്റെ ജീവകാലം യേശുവോട് പ്രാർത്ഥിക്കേണ്ടവർ. യേശു നിന്റെ എല്ലാ കാര്യങ്ങൾക്കും പ്രവർത്തിക്കുന്നതായി നിന്റെ മുമ്പിൽ നിൽക്കും. നീ യേശുവിനെ മുറുകെ പിടിക്കാൻ പറയും. അവനോട് ചോദിച്ചാൽ ആരാ? ഞാൻ പറഞ്ഞു മകനെ ഞാനും കത്തോലിക്കനായിരുന്നു. ആ കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് എന്നെ ക്രിസ്തു വിളിച്ചു വേർതിരിച്ച് ഇന്ന് എന്നെ പുതിയൊരു മനുഷ്യനാക്കി തീർത്തു. അത് ആ ഒരു പുതിയ മനുഷ്യനാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. പെട്ടെന്ന് മൊബൈൽ ഓഫ് ചെയ്ത് പാക്കറ്റ് ഇട്ടു. ഞാൻ എന്ത് ചെയ്യണമെന്ന്? ഞാൻ പറഞ്ഞു മോനെ നീ ക്രിസ്തുവിനെ സ്നേഹിക്കണം. I love Jesus. I love Jesus. I love Jesus. ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു മാത്രം നീ പറഞ്ഞാൽ മതി. യേശു നിന്നെ 1000 വട്ടം സ്നേഹിക്കുന്നു. എങ്കിൽ ഞാൻ പറഞ്ഞു നീ കാര്യസാധ്യത നീ കർത്താവിന്റെ ഹൃദയത്തിൽ സ്വീകരിക്കണം. നീ യേശുവിനെ രക്ഷകനായി കൈക്കൊള്ളണം. നീ യേശു നിന്റെ പാപത്തിന് വേണ്ടി ഞാൻ മൊബൈൽ കാണുന്നത് കണ്ടുകൊണ്ട പാപം പറഞ്ഞത് ഇല്ല. നിന്റെ പ്രതിഫലന പാപം അപ്പനും അമ്മയും ചെയ്ത പാപം അതേ കർത്താവ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി നിന്റെ തലമുറയ്ക്ക് വേണ്ടിയും നീ ഇപ്പൊ വിവാഹിതനാണല്ല നിനക്ക് ജനിക്കാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടിയും വേണ്ടി യേശു കാൽവരി ക്രൂശിൽ മരിച്ചത്. യേശു നിന്റെ പാപത്തിന് വേണ്ടി യേശു കാൽവരി മരിച്ചു എന്ന് നീ വിശ്വസിച്ചാൽ നിന്റെ ജീവിതം വഴിമാറും. നിന്നെ യേശുവിന്റെ മകനായി മകളായി നിന്നെ അംഗീകരിക്കും. നീ ക്രിസ്തുവിനെ മാറ്റം വന്നു. അങ്ങളെ
ഞാൻ എന്താ ചെയ്യുന്നത്? മോനെ, നീ സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവാത്മാവുള്ള യേശു സംസാരിക്കുന്ന ഒരു കൂട്ടായ്മയിൽ നീ പോകണം. നീ മാത്രം പോയാൽ പോരാ. ഈ ചെറുപ്പക്കാർ, നശിച്ചു പോകുന്ന ഈ ചെറുപ്പക്കാരെ നീ കൂട്ടണം. അതാരും അവരെന്നോട് വരും, ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ കൂടെ വരുമെന്ന് പറഞ്ഞു. ഇന്ന് അവൻ ശംഖുമുഖത്ത് ചർച്ച പോലുള്ള നാടകത്തിൽ ആരാധനയ്ക്ക് കടന്നു. നോക്കണേ ദൈവത്തിന്റെ പ്രവൃത്തി. നാം ഇന്ന് തലമുറയാണ്. എന്റെ ഏറ്റവും വലിയ ഇന്നത്തെ പ്രാർത്ഥന, തലമുറ നശിച്ചു പോകുക. അത് ക്രിസ്തുവിനെ അറിഞ്ഞതും അറിയാനിരിക്കുന്നതുമായ ഒരു തലമുറ പോലും നഷ്ടപ്പെടരുത്. ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നു. എന്റെ മക്കൾ, എന്റെ കൊച്ചു മക്കൾ, ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അതല്ല പ്രിയ ദേവദാസിയെ. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇപ്പോൾ അടിയൻ ജനിച്ച തലമുറ, അവർക്ക് ജനിച്ച തലമുറ, ഇനി ജനിക്കാനിരിക്കുന്ന തലമുറ കർത്താവായ യേശുവിന്റെ വരവിൽ കൂടെ ഉണ്ടാകണം. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു, എന്റെ മക്കൾ മാറ്റം, അവരുടെ തലമുറ ക്രിസ്തുവിന്റെ വരവിലെയും ആ നിത്യതയിൽ അവരുണ്ടാകുമ്പോൾ ഹാനോക്കിനെ പോലെ ദൈവത്തിന്റെ കരം പിടിച്ച് നടക്കുന്ന ഒരു തലമുറ, ദൈവികമായി ആത്മീയമായി ഭൗതികമായി ശാരീരികമായി ആരോഗ്യമുള്ള ഒരു തലമുറ, കർത്താവിന് വേണ്ടി പ്രിയവും പ്രയോജനമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കണം. അതിനു വേണ്ടിയാണ് ഇന്ന് എന്റെ പ്രാർത്ഥന. തിങ്കളാഴ്ച ദിവസം തലമുറക്ക് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാ തലമുറയും അങ്ങനെ സുവിശേഷക തലമുറ 250 സംഘടനയിൽപ്പെട്ട രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്ന സകല തലമുറകൾക്ക് വേണ്ടി ബൈബിൾ കോളേജുകളിൽ സെമിനാറുകളിൽ പഠിക്കുന്ന എല്ലാ തലമുറകൾക്ക് വേണ്ടി തിങ്കളാഴ്ച ദിവസവും ഉപവസിച്ച് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹമുള്ള ദൈവമക്കളെ, ക്രിസ്തു ആരെന്ന് നമ്മൾ അറിയണം. നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നത് യേശു നമ്മുടെ രോഗം മാറ്റുന്നവനാണ്, യേശു നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറ്റുന്നവനാണ്, യേശു നമ്മുടെ കടഭാരം തീർക്കുന്നവനാണ്, യേശു നമുക്ക് വേണ്ടി എല്ലാം നേടിത്തരുന്നവനാണ്, വാഹനം തരും, വീട് തരും. ഇതെല്ലാം പ്രവചനങ്ങളാണ്. യേശു കർത്താവ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നിന്നെ സമ്പന്നനാക്കാമെന്ന്. യേശു ഭൂമിയിൽ നിന്നെ സമ്പന്നനാക്കാമെന്നല്ല പറഞ്ഞത്, നിന്നെ ആത്മീയ സമ്പന്നനാക്കി ക്രിസ്തുവിനോട് കൂടെ വാഴുവാനാണ് നിന്നെ ദൈവം കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവായ യേശു നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ ദൈവത്തിന്റെ ധനത്തിന്റെ മഹത്വത്തിനൊപ്പം ക്രിസ്തു യേശുവിൽ തീർത്ത് ദൈവമെന്നാണ് പറയുന്നത്. അപ്പൊ പിതാവ്, നമ്മൾ പറയുന്നത് ദൈവത്തിന്റെ മഹത്വത്തിനൊത്താണ്. അപ്പൊ പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുക. നമ്മുടെ ബുദ്ധിമുട്ട് തീർക്കുവാൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ പുത്രൻ കാനാവിലെ കല്യാണത്തെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി 5 മത്സ്യവും 2 5000 കൊടുത്തു. ഇതൊക്കെ നമ്മുടെ ബുദ്ധിമുട്ട് ക്രിസ്തു യേശുവിനെ തീർക്കത്തുള്ളൂ. പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുക ദൗത്യം. പിതാവ് സമ്പന്നനെ. പഴയ നിയമത്തിൽ സമ്പന്നരുടെ പട്ടിക പറയുന്നു. പഴയ നിയമത്തിൽ നമ്മളെ സമ്പന്നരാക്കുന്ന ഒത്തിരി വചനങ്ങൾ പ്രവാചകന്മാരോട് നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ക്രിസ്തു യേശുവിലേക്ക്, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് എവിടെയെങ്കിലും ഞാൻ സമ്പന്നനാക്കും ഭൗതികമായി യേശു പറഞ്ഞിട്ടില്ല. യേശു നിന്നെ സമ്പന്നനാക്കും. യേശു പറഞ്ഞിട്ടുള്ളത് മാത്രമാണ്, ദുഃഖിക്കുന്നു നീ ഭാഗ്യവാൻ. ഇപ്പോൾ വിശന്ന് ദാഹിച്ചിരിക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് തൃപ്തി വരും. ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. ക്രിസ്തു യേശുവിനെ കാണുവാൻ ആഗ്രഹിക്കുന്ന നീ കണ്ണുനീരിൽ, ദുഃഖത്തിൽ, നിരാശയിൽ, വേദനയുമായിരിക്കുന്ന ഒരു കാര്യം ഓർത്തുകൊള്ളുക, നിന്നെ തൃപ്തിയാക്കുന്ന ഒരു ദൈവം. നീ സകലത്തിലും ദാരിദ്ര്യവും നിന്റെ കഷ്ടപ്പാടും നിന്റെ വേദനകളും ദുരിതങ്ങളും ദാരിദ്ര്യവും നീക്കുന്നവൻ ക്രിസ്തുവാണ്. നിന്നെ സന്തോഷിപ്പിക്കുവാനാണ്, നിനക്ക് തൃപ്തി വരുത്തുവാനാണ്. നീ കരയുന്നുവെങ്കിൽ നീ ചിരിക്കും. ഞാൻ കരഞ്ഞവനാകില്ലേ? ഞാൻ കരഞ്ഞതുപോലെ നിങ്ങൾ കരഞ്ഞ എനിക്കറിയത്തില്ല. ഞാൻ 1 മണിക്ക് എണീറ്റ് പിന്നെ ഉറങ്ങാറില്ല.
ഞാൻ അത്രമാത്രം കരഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇന്ന് ചിരിക്കുന്നുണ്ട്. യേശു പറഞ്ഞു, കരയുന്നവരായി നിങ്ങൾ ചിരിക്കും. ഏതെങ്കിലും വിഷയത്തിൽ തലമുറയോർത്തോ ഭാവിയോർത്തോ നിന്റെ രോഗമോർത്തോ നീ കരയുന്നുണ്ടെങ്കിൽ നീ ഒന്നും ഓർക്കുക, യേശുവാണ് പറഞ്ഞത്, നീ ചിരിക്കും. RCCയിൽ മാസത്തിൽ ഒരു മീറ്റിംഗ്, 3 മാസങ്ങൾക്ക് മുമ്പ് എന്നെ ഒരു മീറ്റിംഗിന് ക്ഷണിച്ചു. ഞാൻ ഇവിടെ ചെന്നപ്പോൾ കരയുന്നവരെയാണ് കാണാൻ കഴിയുന്നത്. മക്കളെ, കൊച്ചുമക്കളെ എല്ലാം കൊണ്ടുവന്ന് കരയുന്നവരെ കാണും. എനിക്ക് സുസൂപിക്കുന്ന ദൈവത്തെ പറഞ്ഞില്ല, ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ജീവിക്കും. 3 മാസം കഴിഞ്ഞ മീറ്റിംഗിന് പോയപ്പോൾ റോഡി അടുക്കൽ വരികയാ. നിങ്ങൾ സന്തോഷിക്കുന്നു, നിങ്ങൾക്ക് ചിരിക്കുവാൻ ദൈവം വളർന്നു. യേശു മലപ്പുറത്ത് നിന്ന് കിടക്കുന്നവരും ഞങ്ങൾ ചിരിക്കുവാൻ ദൈവം വളർന്നു. എന്റെ മകന്റെ അസുഖം ഡോക്ടർ പറഞ്ഞു, ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ ഒന്നുമല്ല, അവന് കൗണ്ടിങ് കൂടി വരുന്നുണ്ട്, അവന്റെ രോഗം സൗഖ്യമാകുന്നുണ്ട്. അങ്ങനെ പറയുവാനിടയായി. കരയുന്നു, ചിരിക്കും. ആരെങ്കിലും ക്രിസ്തു യേശു നിമിത്തം കരയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിരിക്കുവാൻ ഇതാ ദിവസം വരികയാണ്. നിങ്ങൾ സന്തോഷിക്കുന്ന നാളുകൾ വരികയാണ്. നിങ്ങൾ ആർപ്പെടുന്ന നാളുകൾ വരികയാണ്. നിങ്ങൾ ക്രിസ്തുവിനോട് ചേർന്ന് നടക്കണം, ക്രിസ്തുവിനെ കരം പിടിച്ചു നടക്കണം. അവിടെ സമ്പന്നനാക്കും, ഇവിടെ സമ്പന്നനാക്കും. അവിടെ ഒരു പ്രവാചകനുണ്ട്, ഇവിടെ ഒരു പ്രവാചകനുണ്ട് എന്ന് പറഞ്ഞ പ്രവാചകന്റെ മുമ്പേ പോകാതെ വിശുദ്ധ വേദപുസ്തകമെടുത്ത് നിന്റെ ഹൃദയം കർത്താവിന് കൊടുത്തുകൊണ്ട് നീ പ്രാർത്ഥിക്ക്. നിന്റെ അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ഒരു ദൈവം ഇന്ന് മാത്രമല്ല എന്ന് നിന്നോടുകൂടെ ഉണ്ടാകും. അത് അനുഭവിച്ചറിഞ്ഞവനാണ് എന്റെ ജീവിതത്തിലെ എല്ലാ തെറ്റും കുറ്റവും യേശുവിന്റെ സന്നിധിയിൽ ഞാൻ വെച്ചു. അതേ ദാവീദ് നിലവിളിക്കുന്നത് പോലെ, അടിയന്റെ സ്വമേധ പാപങ്ങളെ എന്നിൽ നിന്ന് അകറ്റണമേ, അതിനിൽ വാഴരുതേ, എന്നെ ശാശ്വത സമാധാന മാർഗത്തിലേക്ക് നടത്തണം. ഇതാണ് ഇന്നത്തെ പ്രാർത്ഥന. എന്റെ സ്വമേധ പാപങ്ങളെ എന്നിൽ നിന്ന് അകറ്റി ശാശ്വത സമാധാന മാർഗത്തിലേക്ക് എന്നെ നടത്തണമേ. അതെ, നമ്മെ കൈവിടുന്ന ഒരു ദൈവമല്ല യേശു കർത്താവ്. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്നവരെ യേശു എന്ത് തരും, യേശു എന്ത് ചെയ്യും? എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, നീ യേശുവിനെ ഹൃദയത്തിൽ കൈക്കൊള്ളുന്നുവെങ്കിൽ നീ എന്ത് ചോദിച്ചാലും എന്റെ ദൈവം നിനക്ക് തരും. പക്ഷേ മറ്റുള്ളവർ പറഞ്ഞു കേട്ട് നീ ചോദിക്കരുത്, നീ ദൈവത്തോട് ചോദിക്കണം. ഞാൻ പലപ്പോഴും പലരും പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ യേശുവിനെ അംഗീകരിക്കാൻ താല്പര്യമില്ല, അവർക്ക് അങ്ങനെ ഒരു രോഗം മാറണ്ട, പലതരത്തിലുള്ള ഇങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞു, അവരെന്നോട് ചോദിക്കും, ശരി, ഞങ്ങൾ യേശുവിനെ അറിഞ്ഞാൽ നിങ്ങളുടെ ദൈവം ദൈവമാണെന്ന് ഞാൻ അറിയേണ്ടതിന് ഞാൻ എങ്ങനെ യേശുവിനെ വിശ്വസിക്കും? ഞാൻ എങ്ങനെയാണ് യേശുവിനെ ദൈവമെന്ന് ഞാൻ വിശ്വസിക്കും? നിങ്ങൾ പറയുന്നല്ലോ നിങ്ങളുടെ യേശു നിങ്ങളെ വിടുവിക്കും, നിങ്ങളെ സൗഖ്യമാക്കുമെന്ന്. അങ്ങനെയെങ്കിൽ ആ യേശു എന്റെ ജീവിതത്തിൽ ഒരു നന്മ ചെയ്താൽ ഞാൻ വിശ്വസിക്കാം. ഞാൻ പറയും, നിശ്ചയമായി എന്റെ ജീവിതത്തിൽ ഇന്ന് ദൈവം, ഇന്ന് നീ ഏത് വിഷയത്തിലാണോ നീ നീറി വേദനയോടെ പരിഹരിക്കുവാൻ കഴിയാത്ത വിഷയം, നീ യേശുവിന്റെ മുമ്പിൽ വെച്ച് പറ, എന്റെ യേശുവെ, നീ ദൈവമായിട്ടും എന്റെ രക്ഷകനായിട്ടും എന്റെ ക്രിസ്തുവായി ഞാൻ അംഗീകരിക്കാം, ഞാൻ യേശുവിൽ ജീവിക്കാം. എന്റെ വിഷയത്തിൽ നന്മയ്ക്കായിട്ടൊരടയാളം ഇന്ന് നീ എനിക്ക് ചെയ്യുന്നുവെങ്കിൽ ഞാൻ ക്രിസ്തുവിനെ പറയും. അപ്പൊ അവർ നന്മയ്ക്കായിട്ടൊരടയാളം ഇന്ന് അവൻ ക്രിസ്തുവിനെ അനുഭവിക്കണം. കാരണം അല്ലെങ്കിൽ പിന്നെ എന്തുവാ നമ്മൾ യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. യേശു അവളുടെ ജീവിതത്തിൽ ആരെന്ന് വെളിപ്പെടണം. അതാ മറിയോട് പറഞ്ഞ്, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. അവർ വിശ്വസിക്കും, യേശു നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകും. ചർച്ചയിൽ ഇന്ന് മഹത്വം ഒരു സഹോദരൻ, എന്നെ വെട്ടുകാട് എല്ലാ മാസവും വെട്ടുകാട് കൊണ്ടുപോകുന്ന സഹോദരനാണ്. 30-ാം തീയതി എല്ലാ ശനിയാഴ്ച വരുന്ന ലാസ്റ്റ് ശനിയാഴ്ച, എന്താ ശനി മാറാൻ വേണ്ടി ശനിയാഴ്ച വെട്ടുകാട് കൊണ്ടുപോകുന്നു. ഇനി കേശവദാസുപുരത്ത് ചെമ്പൂരാണ് വീട്. കേശവദാസുപുരത്ത് വന്ന്
ഭൂമി താമസിച്ച് ചെയ്യാൻ പറ്റാത്ത ഭാര്യയും മക്കളുമുള്ള വ്യക്തിയാണ്. ഒത്തിരി പാപം പുള്ളി ചെയ്ത് എന്റെ കണ്ണുനീർ ഞാൻ കണ്ടിട്ടുണ്ട്. ആ പുള്ളി എന്നെ കത്തോലിക്ക വെട്ടുകാട് കൊണ്ടുപോകുന്ന പുള്ളിയാണ്. ആ പുള്ളി ഒരിക്കൽ ഞാൻ വെട്ടുകാട് പോകുമ്പോൾ ഞാൻ പറയും കയറ് പ്രാർത്ഥന എന്ന് പറയില്ല, ഞാൻ ആർഎസ്എസ്കാരനാണ്, എനിക്ക് ശാഖയുണ്ട്, എന്റെ അപ്പൻ ഇന്ന ആളാണ്, ഞാൻ ജനിച്ചതല്ല മരിക്കുന്നതല്ല. ഒരു സുപ്രഭാതത്തിൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ പ്രിയ സഹോദരനെ കാണുന്നത്, ഞാൻ കേശവദാസത്ത് മാറി വട്ടിയൂർക്കാവ് താമസത്തിന് പോയി. ഈ സഹോദരനെ കാണാൻ ഒരു ദിവസം രാത്രി 10 മണിക്ക് എന്റെ സഹോദരന്റെ മകനെ SUT അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞ് ഞാൻ അവനെ കാണാനായിട്ട് വന്നിട്ട് തിരിച്ച് വണ്ടി പിടിക്കാൻ വരുമ്പോ ഈ ആട്ടോയിൽ സ്റ്റിയറിംഗിൽ തലയും വെച്ചൊരു സഹോദരൻ കിടക്കുകയാണ്. ഞാൻ തട്ടിയപ്പോ പെട്ടെന്ന് ഉണർന്നു കണ്ടു, പോകാൻ ചേട്ടനാ. അതോ എന്ത് പറ്റി? അതെനിക്ക് കിഡ്നി 2 സൈഡും കിഡ്നി പ്രശ്നമാണ്. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, രണ്ടാമത്തെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഡോക്ടർ പറയാണ് എനിക്ക് ഈ വണ്ടി കിക്ക് ചെയ്യാൻ അറിയത്തില്ല, കിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എന്നോട് കിക്ക് ചെയ്യാൻ പറഞ്ഞു. സ്റ്റാർട്ടാക്കി ഞാൻ പിടിച്ചിട്ടാണെന്ന് എനിക്കറിയില്ല. പുള്ളി പറഞ്ഞു ഞങ്ങൾക്ക് എന്ത് പറ്റി? അത് എനിക്ക് ഇതാണ് സംഭവം. നമ്മളൊന്നും ഭാരപ്പെടണ്ട, ഇത്രയും കാലം മരുന്ന് കഴിച്ചതല്ലേ, യേശുവിനെ ഞാൻ പണ്ടേ പറയുമായിരുന്നല്ലോ, യേശുവിനെ അറിയാൻ താല്പര്യമുണ്ടോ, യേശു എന്നെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. അതില്ല, ഒരിക്കലും ഇല്ല. അതില്ല, ഞാൻ ജനിച്ചത് ഒരു വിശ്വാസത്തില്ല, ആ വിശ്വാസത്തിലേ ഞാൻ മരിക്കും. ഏതിലും വിശ്വസിക്കേ, എനിക്ക് ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്, നീ നാളെ മരിച്ചാൽ എന്റെ അവസ്ഥ എന്താണ്? നീ അത് ഓർക്ക്. ഈ പറയുന്ന വിശ്വാസം നിന്റെ മക്കളെ നിന്റെ മക്കളെ രക്ഷിക്കൂ, നിന്റെ ഭാര്യയെ രക്ഷിക്കൂ. നീ വിശ്വസിച്ച് രക്ഷിച്ചാലേ നിന്റെ ഭാര്യയും മക്കളെ രക്ഷ പ്രാപിക്കുകയുള്ളൂ. സമ്മതിക്കത്തില്ല. അവസാനം എന്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കി. ഞങ്ങളുടെ ചർച്ച നാളെ 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുക. നീ ആ ഉപവാസ പ്രാർത്ഥനയിൽ വന്ന് പങ്കെടുക്കുക. നീ വിജയാകണ്ട, നീ വിദ്യാഭ്യാസകാരനാകണ്ട, നീ നീ വന്നിരിക്കുക. അവിടെ എന്താണ് ദൈവാത്മാവ് ഇടപെടുന്നെന്ന് നീ കേള്, നീ ഒന്ന് അനുഭവിക്കുക, നീ ഒന്ന് അറിയുക. ഇല്ല, സംഭവിക്കും. അവസാനം ഒരു വാക്കെന്നോട് പറഞ്ഞു, നിങ്ങൾ പറയുന്ന യേശുവിനെ ഞാൻ വിശ്വസിക്കാം, ഇന്ന് രാത്രി എനിക്കൊരു അനുഭവം വേണം. നിങ്ങളുടെ യേശു ദൈവമാണെങ്കിൽ ഇന്ന് രാത്രി എനിക്കൊരു അനുഭവം വേണമെന്ന് പറഞ്ഞു. ഞാനിത് കേട്ടപ്പോൾ എന്റെ ഹൃദയം ക്രിസ്തുവോട് കൊടുത്തു പറഞ്ഞു, കർത്താവേ, ന്യായമായ ആവശ്യം പ്രിയമകൻ ആവശ്യപ്പെടുകയാണ്. ഇന്ന് രാത്രി അവന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യും. ഇന്ന് രാത്രി ദൈവം പ്രവർത്തിക്കണം. ഇന്ന് പ്രവൃത്തിയുടെ ദിവസമായി വെളിപ്പെടുത്തി കൊടുക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ മകൻ സന്തോഷത്തോടെ പോയി. ഞാൻ പറഞ്ഞു, നാളെ നീ എത്ര രൂപ ഓടിയാൽ ഞാൻ നിനക്ക് തരാം. പൈസയൊന്നും വേണ്ട, പക്ഷെ ഇന്ന് രാത്രിയിൽ എന്താണ് സംഭവിക്കുന്നത് അറിയില്ല. ഞാൻ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് 11 മണിയായി ഞാൻ ചർച്ചിലെത്തിയപ്പോ, അപ്പൊ ആരാധന കഴിഞ്ഞ് വർഷിപ്പ് കഴിഞ്ഞിട്ട് ദേവദാസൻ എല്ലാവരെയും നമസ്കാരം വന്ദനം പറയുമ്പോ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഒരു സഹോദരൻ 9 മണിക്ക് ഈ ആലയത്തിൽ വന്നിരിക്കുകയാണ്. 9 മണി തൊട്ട്. ഞാൻ ചോദിച്ചത് രാവിലെ ഞങ്ങളുടെ ശുശ്രൂഷ ആര് പറഞ്ഞു? ഇങ്ങനെ പറഞ്ഞു 10 മണിക്ക് എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, എനിക്ക് കിടന്നിട്ട് ഇരിപ്പ് വരുന്നില്ല, വീട്ടിൽ ഇരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ 9 മണിക്ക് കഴിഞ്ഞ് പോകുന്നു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഞാൻ കഴിഞ്ഞ സുവിശേഷം പറഞ്ഞ സഹോദരൻ. അന്ന് ഉച്ചത്തെ സെക്ഷൻ കഴിഞ്ഞു. ഞാൻ ചോദിച്ചു, സഹോദര എന്താണ് വന്നത്? കാരണം എന്താ? അപ്പൊ ആ സഹോദരൻ പറഞ്ഞു, ഇന്നലെ രാത്രി യേശു എന്നെ തൊട്ടു. ഇന്നലെ രാത്രി യേശു എന്നെ തൊട്ടു. സമാധാനത്തോടെ ഞാൻ കിടന്നുറങ്ങി. മാസങ്ങളായി ഞാൻ രാത്രി ഉറങ്ങി. ഇന്നലെ ഞാൻ കിടന്നുറങ്ങി. അതുകൊണ്ടായി ഇന്ന് രാവിലെ നിങ്ങൾ എന്റെ ജീവിതത്തിൽ യേശു എന്നെ തൊട്ടുകൊണ്ടും യേശു എനിക്ക് വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ വന്നു. ഇന്ന് ആ കുടുംബം കർത്താവിന്റെ ജീവനുള്ള സാക്ഷികളായി ആ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായി നന്ദി പറയുന്നു. ഇങ്ങനെ അവസരം ഒരുക്കിയിട്ടുള്ളതിനായി നന്ദി പറയുന്നു. എന്റെ സാക്ഷ്യമാണ് ദൈവത്തെ 3 സാക്ഷ്യങ്ങളാണ്. ഒന്ന്, അന്ധവിശ്വാസിയായിരുന്നപ്പോൾ, രണ്ടാമത് കത്തോലിക്കനായപ്പോൾ, മൂന്നാമത് പെന്തക്കോസ്തുകാരനായപ്പോൾ. എന്റെ ജീവിതാനുഭവം 3 ഘട്ടങ്ങളിലൂടെ കടന്നുപോയി. ഈ 3ാമത്തെ ഘട്ടം
ഞാൻ മുറുകെ പിടിച്ചു. അതുകൊണ്ട് ഇന്ന് കർത്താവിന്റെ വേല ചെയ്യുവാൻ എനിക്ക് ഭാഗ്യം. നന്ദി പറയുന്നു. അവസരമൊരുക്കി തന്ന ദേവദാസി ജോസ് ടിവിക്ക്, കുടുംബത്തിന്, ഇത് കേൾക്കുന്ന എല്ലാവർക്കായി ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ ആമേൻ. താങ്ക് യു പാസ്റ്റർ പറഞ്ഞ പോലെ 3 ഘട്ടങ്ങൾ, ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുവാൻ കർത്താവ് ദേവദാസിനെ സഹായിച്ചല്ലോ. കർത്താവ് ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകമായ ഒരു കാര്യം കൂടെ ദേവദാസിന്റെ ജീവിതാനുഭവങ്ങൾ കേൾക്കുവാനിടയായി തീർന്നു. ദ്രവ്യാഗ്രഹം നിമിത്തം പിന്മാറ്റത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നുപോയതും ജീവിതം തകർന്ന് തരിപ്പണമായ ഒരു അവസ്ഥകളെന്നാൽ കർത്താവ് സ്നേഹിക്കുന്നവനായ ദൈവം പിന്നെയും കടന്നു വന്ന പ്രിയ ദേവദാസിനെ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപയോഗപ്രദമായ പാത്രമായി ദേവദാസിനെ കുടുംബമായി കർത്താവ് മാറ്റി, കുഞ്ഞുങ്ങളെയൊക്കെ കർത്താവ് അനുഗ്രഹിച്ച് ജീവിതത്തിൽ കർത്താവ് വലിയ മാറ്റങ്ങളെ വരുത്തി തന്നു. ആത്മീയവും ഭൗതികമായും ഒക്കെ കർത്താവ് അനുഗ്രഹിച്ചെന്ന് കർത്താവിന്റെ വേലയിലാക്കിയിരിക്കുന്നു. അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ തക്കവണ്ണം കർത്താവിന്റെ ദാസനെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും കർത്താവ് അങ്ങനെ ഉപയോഗിക്കട്ടെ. ഇത്രത്തോളം സമയം ഞങ്ങളോടൊപ്പമായിരുന്നതിൽ ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു പാസ്റ്ററെ. ഗോഡ് ബ്ലസ് യു. ദേവദാസൻ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ. അനുഗ്രഹമേറിയ യാത്രയ്ക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കും. ഇന്ന് യാദൃശ്യമായിട്ട് ദൈവം ഒരുക്കുന്ന ഈ മഹാഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. ഈ സംരംഭം ദൈവാത്മാവിനാൽ ഈ ദേവദാസി കുടുംബത്തിൽ ഈ ശുശ്രൂഷയിൽ ചെയ്തെടുക്കുവാൻ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ദർശനങ്ങൾക്കായി, വെളിപ്പാടുകൾക്കായി സ്തോത്രം. കർത്താവേ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി. അതിനാൽ ഈ മാധ്യമത്തിലൂടെ, കർത്താവേ, ഈ സൂമിലൂടെ, ഈ സാക്ഷ്യത്തിലൂടെ അനേക ആയിരങ്ങൾ ക്രിസ്തുവിനെ കൈക്കൊള്ളുവാൻ നശിച്ചു പോകുന്ന കൂട്ടത്തിൽ നിന്ന് അന്ധകാരത്തിലിരിക്കുന്നവരെ, കർത്താവേ, സാത്താന്റെ കയ്യിലിരിക്കുന്നവരെ പിടിച്ച് ഇരുട്ടിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു മാധ്യമമായി ഇതിനെ ഉപയോഗിക്കണമേ. അനേകർ യേശുവിനെ പിൻപറ്റുവാൻ ഈ കർത്താവേ മുഖാന്തരവും ഈ സാക്ഷ്യ മുഖാന്തരവും ആക്കണമേ. പ്രിയദാസിയുടെ ശക്തിയോടെ ഉപയോഗിക്കണമേ. പ്രിയദാസിനെ ഉപയോഗിക്കണമേ. അവിടെ തലമുറകളെ ദൈവം, ആമേൻ, കർത്താവേ, അത്ഭുതം അതിശയകരമായി ദൈവം നടത്തണമേ. കർത്താവേ, മാതാപിതാക്കൾക്ക് അവർ ഏറ്റവും അനുഗ്രഹമായി, മക്കൾക്ക് അവർ അനുഗ്രഹമായി, മക്കൾക്ക് അനുഗ്രഹമായി, മക്കളും കൊച്ചുമക്കളും ഒക്കെ അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യം കേൾക്കുന്ന സകലരെയും ക്രിസ്തുവിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇത് അവരുടെ ഹൃദയങ്ങളോട് ഇടപെടണമേ. ഇത് അവരുടെ ഹൃദയങ്ങളോട് ഇടപെടണമേ. കർത്താവേ, ഇത് കേൾക്കുവാൻ, ഇത് ഗ്രഹിക്കുവാൻ അവർക്ക് അവരുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ദൈവാത്മാവോട് ഇടപെടണമേ. കർത്താവേ, വരുന്ന ദിവസങ്ങളിൽ അടിയനെ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നത് ഇവരുടെ ജീവിതത്തിൽ വലിയൊരു പ്രവൃത്തി വെളിപ്പെടണമേ. കർത്താവേ, വലിയൊരു പ്രവൃത്തി, ദൈവപ്രവൃത്തിയുടെ പ്രവൃത്തിയിൽ ഇവിടെ പ്രവർത്തനങ്ങൾ വെളിപ്പെടണമേ. എന്റെ കുടുംബത്തിൽ തലമുറയിൽ വെളിപ്പെടണമേ. അടിയന്റെ യാചനയാണ്, അടിയന്റെ അപേക്ഷയാണ്. സ്വർഗം തുറന്ന് അത് ശ്രദ്ധ വെച്ച് കേട്ട് കർത്താവേ, അടിയന് ഏത് സഭയിൽ കാലുകുത്തുവാൻ ദൈവം അവസരം തരുമോ, ഏത് ഭവനത്തിൽ കാലുകുത്തുവാൻ അവസരം തരുമോ, അവിടെയൊക്കെ ദൈവാത്മാവിന്റെ പ്രവൃത്തി അപ്പാ കാണുവാൻ, അനുഭവിക്കാൻ ദൈവയാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കർത്താവേ, ഞങ്ങൾ രണ്ടിടത്തായിട്ടിരുന്ന് ഞങ്ങൾ ഇതൊക്കെ മുഖാമുഖം കണ്ടുകൊണ്ട് ഈ ശുശ്രൂഷ ചെയ്തുവെങ്കിൽ എന്റെ ദാസിയുടെ കുടുംബത്തിൽ ഈ ശുശ്രൂഷയിൽ വലിയൊരു പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തണമേ. ഒരു അത്ഭുതം അവർക്കായി ചെയ്യണമേ. അടിയന് ചെയ്തത് ദൈവത്തിന് വേണ്ടി ചെയ്തു എന്ന് അവർക്ക് വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിക്കണമേ. അടിയനെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു, കുടുംബത്തെ ഏൽപ്പിക്കുന്നു, തലമുറകളെ തരുന്നു. ദൈവത്തിന്റെ കരുണ, ദയ മനസ്സിൽ കൂടെ ഉണ്ടാകും, അത്ഭുതം ചെയ്യും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ ആമേൻ ആമേൻ. പാസ്റ്റർ, താങ്ക് യു.